ബ്രഹ്മസൂത്രം യമസൂത്രം എന്ന് പറയുന്ന ഒന്നാണ്. സത്യമാണ്. ലിബറേഷൻ, ജബാൻ, സൽസ, അതോ ഹെർക്കുലിസ് ആയാലോ? ഒരു സൽസ ഫുള്ള്. ഞാനൊരു പഴഞ്ചൊല്ല് പറയുന്നതിൻ്റെ ഇടയിലുണ്ടായ ചില പരാമർശങ്ങളാണ്. അത് സമുദായത്തിന് ഏതെങ്കിലും തരത്തിൽ വേദനാജനകമായിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സാ വാച നിങ്ങൾ ഓരോരുത്തരോടും ക്ഷമാപണം ചോദിക്കുന്നു. ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാനോ മറ്റൊന്നിനും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാനൊരു പഴഞ്ചൊല്ല് അയ്യപ്പൻ്റെ അടുത്തേക്ക് പെണ്ണുങ്ങൾ ചെന്നാൽ, പിരീഡുള്ള പെണ്ണുങ്ങൾ ചെന്നാൽ അയ്യപ്പന് ചീറ്റി പോകുന്ന പറയുന്ന കൺട്രോളില്ല, കഷ്ടം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ശബരിമലയ്ക്ക് ഇത്രയും ദിക്ക് നിരക്കടിച്ച് പോകുന്നു, പോണ വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ശബരിമല അയ്യപ്പന്റെ ചൈതന്യമെല്ലാം എന്നേ അവിടെ നിന്ന് വിട പറഞ്ഞു പോയി. നമ്മുടെ അയ്യപ്പൻ എന്നെ കൊണ്ട് ചെയ്യിച്ചു. ശബരിമല അയ്യപ്പൻ എന്നെ കൊണ്ട് ഇവിടെ 18 പടി കെട്ടിച്ചു, സ്ത്രീകളെ കൊണ്ട് കെട്ടേറ്റടാന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ അയ്യപ്പന് മനസ്സിലായി അവിടെ എന്തായാലും മാറ്റാൻ പറ്റില്ല, എന്നാൽ ഇവിടെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ എന്തായാലും ഇവിടെ അയ്യപ്പൻ നമ്മൾ 18 പടി കയറി. നമ്മുടെ അയ്യപ്പൻ നല്ല കൺട്രോളാ, ഒരു കുഴപ്പമില്ല. ആര് വന്നാലും ഞാൻ എങ്ങനെയാണോ അതേപോലെ നമ്മുടെ അയ്യപ്പന് നിൽക്കും നെഞ്ചുറച്ച്. നമസ്കാരം. അയ്യപ്പന്റെ അടുത്തേക്ക് പെണ്ണുങ്ങൾ ചെന്നാൽ, പിരീഡുള്ള പെണ്ണുങ്ങൾ ചെന്നാൽ അയ്യപ്പന് ചീറ്റി പോകുന്ന പറയുന്ന കൺട്രോളില്ല, കഷ്ടം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ശബരിമലയ്ക്ക് ഇത്രയും ദിക്ക് നിരക്കടിച്ച് പോകുന്നു, പോണ വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ശബരിമല അയ്യപ്പന്റെ ചൈതന്യമെല്ലാം എന്നേ അവിടെ നിന്ന് വിട പറഞ്ഞു പോയി. നമ്മുടെ അയ്യപ്പൻ എന്നെ കൊണ്ട് ചെയ്യിച്ചു. ശബരിമല അയ്യപ്പൻ എന്നെ കൊണ്ട് ഇവിടെ 18 പടി കെട്ടിച്ചു, സ്ത്രീകളെ കൊണ്ട് കെട്ടേറ്റടാന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ അയ്യപ്പന് മനസ്സിലായി അവിടെ എന്തായാലും മാറ്റാൻ പറ്റില്ല, എന്നാൽ ഇവിടെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ എന്തായാലും ഇവിടെ അയ്യപ്പൻ നമ്മൾ 18 പടി കയറി. നമ്മുടെ അയ്യപ്പൻ നല്ല കൺട്രോളാ, ഒരു കുഴപ്പമില്ല. ആര് വന്നാലും ഞാൻ എങ്ങനെയാണോ അതേപോലെ നമ്മുടെ അയ്യപ്പന് നിൽക്കും നെഞ്ചുറച്ച്. നമസ്കാരം. സുഭാഷേ, എന്റെ പണം ഈ 9 ലക്ഷം രൂപ നീ എനിക്ക് തന്നില്ലെങ്കിൽ നിനക്ക് അറിയത്തില്ല. നീ ഇനി മുട്ട ഉടച്ചാലും നീ എന്തൊരു പറി ഉടച്ചാലും നിന്നെ ഞാൻ പൊക്കും പോലെയാടി മോനെ, കേട്ടല്ലേ? ഇത് പഠിക്കുകയും അവിടെ ചെന്ന് പട്ടം കൊടുക്കുകയും ചെയ്യും. ആ കോണം കൂടി പറഞ്ഞ വാങ്ങിച്ചോ, പഠിച്ചെടുക്കട്ടെ സാർ, എന്നിട്ട് പറയാം. പറഞ്ഞ ഒരു കോണം കൂടി വാങ്ങിച്ചോ, അപ്പൊ കെട്ടുകയും ചെയ്യാം. അങ്ങനത്തെ ഡ്രസ് ഒന്നുമില്ല അവരിടുന്നത്, അവര് മുണ്ടാടുന്നത്. അതിന്റെ അടിയിലോ പൊക്കാണ്ട് കാണല്ലോ. പൊക്കണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിച്ച കാണാം. നിങ്ങൾ പറയുന്നത് നല്ല മനുഷ്യൻ കൗപീനമല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളവിടെ സംഭവം റെഡി എന്ന് പറയാം. നാളെ മുതൽ ബിന്ദു ചെല്ലുമ്പോ നോക്ക്, മുണ്ട് പൊക്കണ്ട, അല്ലാതെ നേരിടിക്കും. അവരതാണ് കൊടുത്താണെങ്കിൽ അവരെ കാണിച്ചിരിക്കും, ഒരു തർക്കമില്ല കാര്യത്തിൽ. നല്ല ആളെന്ന് പറഞ്ഞ അയാളുടെ ഒരു ഫോട്ടോ കൂടെ കൊണ്ടുവച്ച് വെക്കേ, ഞാനൊന്ന് തൊട്ട് തൊഴുവട്ടെ. ചേച്ചി, ആള് നല്ല ആളെന്ന് പറയുന്നില്ലേ? ആ ആള് ധർമ്മദേവത, ചേച്ചി ധർമ്മദേവത അച്ഛൻ വഴിക്ക് ഏതാണ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് ഗൈഡ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഗൈഡ് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളോട് ഞാൻ കാര്യം പറഞ്ഞു. ഞാനിവിടെ എനിക്ക് പേടിയില്ലെങ്കിൽ ഈ കോള് ഞാൻ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളോട് കാര്യം പറഞ്ഞു, അത് മനസ്സിലാക്കുക. അല്ലാതെ പേടിച്ചിട്ടല്ല കെട്ടേന്. പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ പേടിക്കേണ്ട ഒരാളല്ല ഞാൻ. ആരാണെന്ന് നിങ്ങൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്നെ വിളിക്കുക. എനിക്ക് സംസാരിക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നത്. എനിക്ക് എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് തിരക്കിലായതുകൊണ്ട് ഇങ്ങനെ വേസ്റ്റ് കോളുകൾ എടുത്ത് സമയം കളയാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നത്. ഓക്കെ, വാർത്താ ലിങ്കുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച്. ഈ ലിങ്ക് കണ്ടിട്ടൊരു അത്ഭുതവും എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ 10 വർഷത്തിലധികമായി നാട്ടുകാരെ പറ്റിക്കുന്നതിന് വിശദാംശങ്ങൾ പല വാർത്തകളിലൂടെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇതൊരു അത്ഭുതവും തോന്നിയില്ല. എനിക്ക് അത്ഭുതം തോന്നിയത് ഇത് മറ്റു മാധ്യമങ്ങളും ഏറ്റെടുക്കാൻ തുടങ്ങിയല്ലോ എന്നോർത്തിട്ടാണ്. അടിമുടി തട്ടിപ്പും ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളാണെന്നും മണി ചെയിൻ മോഡലിൽ നാട്ടുകാരിൽ നിന്ന് പണം പിരിക്കാൻ വേണ്ടി ചാരിറ്റിയുടെ പേരിൽ നന്മമരം അഭിനയിക്കുകയാണെന്നും വ്യക്തമായ തെളിവുകളോടെ പല വാർത്തകളിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്നും അയാൾ നടത്തിയിട്ടില്ല. നാട്ടുകാരെ പറ്റിച്ച് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല. ഇയാളെക്കുറിച്ച് വിശദമായി പഠിച്ച് വളരെ ശാസ്ത്രീയമായി വിലയിരുത്തി രേഖകളുടെ അടിസ്ഥാനത്തിൽ പരമ്പര പ്രസിദ്ധീകരിക്കുന്നു. 4 ദിവസങ്ങളായി വിശദമായി തന്നെ നമ്മുടെ മറ്റ് ചാനലുകളും പത്രങ്ങളും ഇനിയെങ്കിലും കണ്ണു തുറക്കുമെന്നും നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഇയാളുടെ ഉഡായിപ്പിന് അറുതി വരുമെന്നും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും നമ്മുടെ ചുറ്റുമുണ്ട്. അവരിൽ പലരും നന്മമരങ്ങളായി അഭിനയിക്കുകയാണ്. അവരിൽ ചിലരൊക്കെ പൊട്ടിത്തകർന്ന് താഴെ വീണാലും അവരെക്കുറിച്ച് വാർത്ത എഴുതുന്ന നമ്മുടെ മാധ്യമങ്ങൾക്ക് ഭയമാണ്. പക്ഷെ നമ്മുടെ ചാനലുകളോ പത്രങ്ങളോ വാർത്ത കൊടുക്കുന്നില്ല.
ഇന്നല്ലെങ്കിൽ നാളെ ഇയാളുടെ കള്ള ബിസിനസ് സാമ്രാജ്യം തകരുമെന്ന് ഉറപ്പ്. കാരണം ഇയാൾ മണി ചെയിൻ മോഡൽ ബിസിനസ്സാണ് ചെയ്യുന്നത്. അതിലും എമ്പാടും ഉഡായിപ്പ് മണമുണ്ടെന്ന് തോന്നാൻ പോലീസിന്റെ ഇൻട്രോഗേഷനോ വക്കീലിന്റെ സ്പെക്കുലേഷനോ വേണ്ട എന്ന് അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. മേലനങ്ങാതെ കാശുണ്ടാക്കാമെന്ന് വെറുതെ തോന്നിയാൽ എന്തുഡായിപ്പും ചെന്ന് തലയിടാൻ തയ്യാറായ ബുദ്ധിയേറിയ മലയാളിയുടെ കയ്യിൽ കാശുള്ള കാലത്തോളം ഇനിയും അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. അല്പസ്വല്പം ചാരിറ്റി ഷോ കൂടി ഉണ്ടെന്നാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല. മലയാളിയുടെ വീക്ക്നെസ്സുകളെ പറ്റിയും അവഗാഹമാണ് അയാളുടെ മൂലധനം. 50 രൂപ കൊറിയർ ചാർജ് അടക്കം വിൽക്കാൻ നോക്കുന്നെങ്കിൽ അതിന് പിന്നിൽ വേറെന്തോ ജേർണലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയാണ് പറഞ്ഞു കളയും ചിലർ. സത്യന്തരം മറുനാടനെ മഞ്ഞപ്പത്രം എന്ന് വിളിക്കുന്ന ആളുകളിൽ ഇവിടുത്തെ മുഖ്യധാര ചാനലുകളും പത്രങ്ങളും കൊടുക്കാൻ മടിക്കുന്ന വാർത്തകൾ കൊടുക്കുന്നത് കൊണ്ടാണ്. അത് മുമ്പ് സൂചിപ്പിച്ച മരണം സംഭവിച്ചാൽ ഒരുത്തനും വാർത്ത കൊടുക്കില്ല. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ തുറന്നു കാണിക്കുന്നത് കൊണ്ടാണ് മറുനാടൻ സാധാരണ മനുഷ്യരുടെ പ്രതീക്ഷയായത്. അതിനെ പരിഹസിച്ച് ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് സ്റ്റോറികളിൽ ഒന്ന് മാത്രമാണ്. അപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കൈയടിക്കാൻ നിങ്ങൾക്ക് മടിയാണ്. നിങ്ങൾ കൈയടിച്ചാലും ഇല്ലെങ്കിലും സത്യമറിയാവുന്ന മനുഷ്യർക്ക് അതറിയാം. അവർ കൈയടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് മറുനാടൻ നിലനിൽക്കുന്നത്. 100% സാക്ഷരതയുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ സാമ്പത്തിക സാക്ഷരത എത്ര താഴ്ന്നതാണെന്ന് മനസ്സിലാക്കാൻ തട്ടിപ്പുകാരന് കിട്ടുന്ന അംഗീകാരം മാത്രം നോക്കിയാൽ പോരെ. എന്റെ അറിവിൽ അയാൾ നടത്തുന്ന തട്ടിപ്പുകൾ എല്ലാ മാധ്യമങ്ങൾക്കും അറിയാമെങ്കിലും മറുനാടൻ ഷാജൻസ്കറി ഒഴിച്ച് ഒരു മാധ്യമവും ഇന്ന് വരെ ഒരു സ്റ്റാമ്പ് സൈസ് വാർത്ത പോലും കൊടുത്തിട്ടില്ല. അയാൾക്കെതിരെ യാതൊരു കേസുകളും ഇല്ല എന്നാണ്. അത് തന്നെ നുണയാണെന്ന് അവൾ പരാതികളില്ലാതെ കേസെടുക്കാൻ താല്പര്യമില്ല എന്നതാണ് സത്യം. അയാളുടെ ഫാൻസ് മതി പരാതിക്കാരനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ എന്നതാണ് കേരളത്തിന്റെ അവസ്ഥ. കേരളത്തിൽ മാത്രമേ ഞാൻ ഒരു പ്രതിഭാസം കണ്ടിട്ടുള്ളൂ. അതായത് ഫ്രോഡാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൊതുജനങ്ങളെ 90% റോഡിൽ കാണുന്ന ഊളകൾ വരെ പോലുള്ള ക്രിമിനലുകളെ അംഗീകരിച്ച് ചേർത്ത് പിടിക്കുന്നത്. അത് ചാരിറ്റി വേഷം കെട്ടിയായിരിക്കും. ചാരിറ്റിക്കിറക്കിയ പണം പാവങ്ങളെ പറ്റിച്ച് കാശല്ലേ എന്ന് ചോദിച്ചു പോയാൽ നീ കൊടുത്തോ എന്ന് മറുചോദ്യവും തന്തയ്ക്ക് വിളിയും ഉറപ്പാണ്. കേരളത്തിന് വെളിയിൽ ഫ്രോഡുകൾക്ക് സാമൂഹ്യ അംഗീകാരം രാഷ്ട്രീയത്തിൽ മാത്രമേ കിട്ടൂ. അതുപോലുള്ള ഫ്രോഡ് ക്രിമിനൽസിനെ ആരും പിന്തുണയ്ക്കില്ല. ഒച്ച തട്ടിപ്പ് നടത്തി സുഖിച്ച് ജീവിക്കുകയായിരുന്നു എന്നറിയാൻ അഴിമുഖത്തിന്റെ സമഗ്രമായ അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അയാളെ ശ്രദ്ധിച്ചാൽ മതി. എന്റെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് അനുഭവജ്ഞാനം വെച്ച് പറയട്ടെ, ഒരു സീരിയസ് ബാങ്കറും അവന്റെ പിൻ സ്ട്രൈപ്പ് സൂട്ട് കോംപ്രമൈസ് ചെയ്യില്ല എന്ന് മാത്രമല്ല അവന്റെ കോർണർ ഓഫീസിന് വെളിയിൽ അധിക സമയം പുറത്തു പോകില്ല. മറ്റൊന്ന്, അവരെ ഒരിക്കലും പൊതുവേദികളിൽ പാട്ടും കൂത്തും അലവലാതി കിടക്കുന്ന ഡാൻസിനും കാണാൻ കിട്ടില്ല എന്ന് മാത്രമല്ല പിങ്ക് ഡെയിലീസ് ആൻഡ് ബിസിനസ് ജേർണലിസത്തിനും പോർട്ടലിനും വെളിയിൽ അവരെ സംബന്ധിച്ച വാർത്ത പോലും വരില്ല. അവരുടെ രീതി അങ്ങനെയാണെന്നറിയാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോലുള്ള അലവലാതിയെ കാണാത്ത ദിവസമുണ്ടോ? 2-3 വർഷത്തിനുള്ളിൽ പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നാട്ടുകാർ അറിയൂ. അതുവരെ പരസ്യം വാങ്ങി മാധ്യമങ്ങൾ അവരുടെ റോൾസ് റോയ്സിനും പോർഷയും കാട്ടി അളിഞ്ഞ ബാക്ക്ഗ്രൗണ്ടും തട്ടിപ്പ് മാത്രം ഇക്വിറ്റിയുള്ള ഇവനെ ബില്യനേഴ്സ് ആക്കും. സാധാ മല്ലു ഫള്ളൂസ് അധ്വാനിച്ച കാശ് ഇവന്മാരെ ഏൽപ്പിച്ച് മയ്യത്താകും. കടകളിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വിൽക്കണമായിരുന്നു. സോപ്പ്, ചീപ്പ്, സൂര്യ സോപ്പ് എന്ന് പറഞ്ഞ സോപ്പുണ്ട് തോന്നുന്നു തന്നെ. ആ സോപ്പ്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി മിക്സറുകൾ, പെരുമ്പാവൂരിന്ന് മിക്സറുകൾ എടുത്ത് ഒരുപാട് ഒരു കട, എനിക്ക് കടയുണ്ടായ ആളാ. എന്റെ കടയിലൊക്കെ കൊണ്ടു തന്നെ സാധനമായിരുന്നു ഉള്ളു. വ്യക്തമായിട്ടൊന്ന് പറയാമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്താലോ? വേണ്ട, റെക്കോർഡും ചെയ്യണ്ട. ഞാനത് സൂചിപ്പിച്ചെന്നുള്ളൂ. റെക്കോർഡും ചെയ്യണ്ട. പേടിയാണോ? പേടിയൊന്നുമില്ല. എനിക്ക് എന്തിനാ പേടിക്കണ? ഞാൻ എന്തിനാ പേടിക്കണ? അല്ല, അനുവാദം ചെയ്യുള്ളൂ. പേരൊന്നും പറയാ, പേടിക്കണ്ട. ഞാനോട് പേര് അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ച പുള്ളിനെ കുറിച്ച് അറിയാം. മൂക്കന്നൂർ വന്ന് അന്വേഷിച്ചത്. ഇപ്പൊ പുള്ളിയുടെ അനിയനാണ് ആ വീട്ടിൽ താമസിക്കണേ, തറവാട് പോലത്തെ സ്ഥലത്ത്. ചേട്ടൻ അവിടെ ഒരു അമ്പലമായിട്ട് ഇരിപ്പുണ്ട്, സുരേഷ് എന്ന് പറഞ്ഞ ആള്. ചേട്ടന്റെ പേരെന്താണ്? ചേട്ടൻ സുരേഷ്. ചേട്ടൻ സുരേഷ്. എന്തുവാണ്, അമ്പലമാണോ? അമ്പലം എന്ന് പറഞ്ഞത് അമ്മാദേവി എന്ന് പറഞ്ഞ ആരാണ്ട് കൂടിയിരുത്തി പുള്ളി മരുന്നും ഈ മന്ത്രം കൊടുത്ത ആളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാ. എല്ലാരും പറ്റിയതാണോ? ദൈവമേ. അമ്മാദേവി. പിന്നെ അനിയന് ചെയ്യാത്ത ബിസിനസ് ഇല്ല, മീൻ കച്ചവടം, ജാതി കച്ചവടം. ഇപ്പൊ ലോട്ടറി കച്ചവടം. ലോട്ടറി കച്ചവടം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇത് ആള് വെടിപ്പാണോ? ആള് നിങ്ങള് പറഞ്ഞിട്ട് ഇവന് 2-3 വർഷം കൊണ്ട് പിന്നെ തന്ത്രിയായത്? പുള്ളി ഓടക്കാലിലെങ്ങാണ്ട് ഇത് പഠിക്കാൻ വേണ്ടത് എനിക്ക് തോന്നണം. ഓടക്കാലി, എന്റെ അറിവ് അങ്ങനെയാണ്. ഓടക്കാലി അല്ലേ? ഓടക്കാലി. ഓക്കെ 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 ഓക്കെ. അത് കഴിഞ്ഞാൽ പുള്ളി കിടങ്ങൂര് വെച്ച് ജ്യോതിഷം തുടങ്ങി, പിന്നെ കിണവ് സാധനം കാണാൻ തുടങ്ങി, പിന്നെ വീട് പിന്നെ സാധനം കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഉള്ള കൺസൾട്ടിങ് 2000-3000 ഒക്കെ ആയിരുന്നു.
ഇപ്പൊ 3500 പറയുന്നത് കേട്ടു. അല്ല ഇപ്പൊ 3500 വിളിച്ചു ചോദിച്ചാൽ അവിടെ കണ്ട സ്റ്റാഫ് ഒക്കെ ഉണ്ട്. ആ സ്റ്റാഫ് പറയുന്നത് 3500. എന്താ അവിടെ കണ്ട വയ്യ എന്തോ പുഴയാ? അങ്കമാലി അല്ലല്ലോ ഇപ്പൊ അമ്പലം ഇരിക്കുന്ന പുള്ളിയുടെ എന്തോ അതന്നെ അങ്ങനെയുള്ള ക്ഷേത്രമാണ് ഇവിടെ. പക്ഷെ താന്ത്രിക രീതിയിലൊന്നും അല്ല പ്രതിഷ്ഠിച്ചിരിക്കുന്നൊക്കെ. എന്നും ഉത്സവമാണ്. ഒരുപാട് ആൾക്കാർ. ഈ പുള്ളിക്ക് SND മറ്റേ പുള്ളിക്കാരനും പറഞ്ഞ SND ഇവിടെ സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ പുള്ളി ഈ ദേശത്തുള്ള ആളല്ല. ഈ കിടങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെ മൂക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ വന്ന് താമസമായിരുന്നു. പക്ഷെ പുള്ളിയെ അമ്മ നേരത്തെ മരിച്ചുപോയി. അത് അച്ഛൻ ഒരു കുടിയനും ഒരു മുട്ടാപ്പൂക്കാരനായിരുന്നു. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു മൂരിവരായതിനെ പുള്ളിനെ വിളിക്കണേ. ഈ പുള്ളിക്ക് പിന്നെ മെമ്പർഷിപ്പ് ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. അതുണ്ടാവൂല. അന്ന് ഇവിടെ മുക്കന്നൂര് SNDP അത്ര ശക്തമല്ല. ആകെ ഒരു ശാഖ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ വൈഫ് പിന്നെ ഓക്കെ ആണെന്നാ പറയുന്നത്. വൈഫ് SNDP-കാരിയാണെന്നാ. വൈഫ് എവിടെയാണ്? കല്ലൂരാണ്. കല്ലൂര് എറണാകുളത്ത് നിന്നാണ് വിവാഹം കഴിച്ചത്. എറണാകുളത്ത് മറ്റേ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറത്താണ് വീട്. ഞാൻ കല്യാണത്തൊക്കെ ഞാൻ പോയേക്കണ ആളാ. ആണോ? ഈ സാമ്പത്തികമുള്ളവനായിരുന്നു ഇവൻ ഭയങ്കരമായിട്ട്. ഇവൻ പറയുന്നത് സാമ്പത്തികം ഈ ബിസിനസ് കൊണ്ടുള്ള സാമ്പത്തികം ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവൻ പറഞ്ഞു ഈ ബിസിനസ്സിൽ നഷ്ടം വന്നപ്പോ പുള്ളി ഓരോ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി ഇങ്ങനെ കാശ് കൊടുത്ത് പുള്ളിക്ക് ഇത് ലാഭമെന്ന് തോന്നി പരിപാടി. അത്രേ ഉള്ളൂ. അതിനകത്ത് കഥ അത്രേ ഉള്ളൂ. ശരി അമ്മോ സംഭവം അല്ലേ? അല്ല പുള്ളിയൊക്കെ ബിസിനസ്സുകാരനായി. ഭയങ്കര ഭയങ്കര തൊലിക്കട്ടിയാട്ടോ. അതാണ് അതിന്റെ കാര്യം. പുള്ളി ഇങ്ങനെ ഓരോ ബിസിനസ് രക്ഷപ്പെടാൻ ഓരോ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി അപ്പൊ ചെന്ന് ചോദിക്കുമ്പോ 10, 200, 300 കൊടുക്കൂല. അതെ നമ്മളിപ്പോ ഒരു ജ്യോതിഷന്റെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോ എന്തെങ്കിലും വെച്ചേക്കാൻ പറയുമ്പോ എങ്ങനെയാലും 100 കുറഞ്ഞ ആരും വെക്കില്ല. പൈസ ചോദിച്ചില്ലെങ്കിലും. അതെ 100% വെക്കാതിരിക്കത്തില്ല. എങ്ങനെ വെച്ചാലും ഇന്നത്തെ കാലയളവ് അനുസരിച്ച് അതിൽ എന്തെങ്കിലും കൊടുക്കും. സംശയമില്ല. ഏറ്റവും കൂടുതൽ 500 രൂപ വെക്കും. 500 ഇപ്പൊ 500 വെക്കുമായിരിക്കും. 500 വെക്കുമോ? എന്നാലും ഉണ്ട്. 10 ആളാവുമ്പോ 5000 രൂപയില്ലേ ഒരു ദിവസം വരുമാനം. 10 അത് ശരിയാ. പുള്ളി നോക്കിയപ്പോ ആ വരുമാനം കൂട്ടി. ജ്യോതിഷം പഠിച്ചിട്ടില്ല. അതല്ലേ കോടക്കാലിൽ എവിടെ പോയിരുന്നു പുള്ളി? അവിടെ കണ്ട ഒരിടത്ത് ഇവിടെ എന്തോ ചേർത്തലയോ പൂച്ചാക്കൽ എന്ന് പറയുന്നത്. ചേർത്തല പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഓടക്കാലി പോയിരുന്നു. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് വരുമ്പോ സെയിലിന് വരുമ്പോ. ഓടച്ചാലോ? അതെവിടെ ഈ സ്ഥലം? ഓടക്കാലി പെരുമ്പാവൂര്. സുഭാഷ് ചന്ദ്രയുടെ അച്ഛൻ്റെ അച്ഛൻ ശ്രീ നാരായണ ഗുരുസ്വാമിയുടെ ആലുവയിലുള്ള അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ക്ഷൗരക്കാരനായിരുന്നു. പുള്ളിക്കാരൻ അവിടെ സ്ഥിരം ക്ഷൗരം ചെയ്യുന്ന ജോലിയായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീനാരായണ ഗുരുസ്വാമികൾ എപ്പോഴൊക്കെ ആലുവ അദ്വൈതാശ്രമത്തിൽ വരുമോ അവിടെ വന്ന് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ഇപ്പോഴത്തെ ബാർബർ ഷോപ്പ് ചെയ്യുന്ന പണികളെല്ലാം ചെയ്ത് ആവശ്യമുള്ള പൈസയും കൊടുത്താണ് ശ്രീനാരായണ ഗുരുസ്വാമി ആ ക്ഷൗരക്കാരനെ പറഞ്ഞയച്ചിരുന്നത്. സുഭാഷിൻ്റെ അച്ഛൻ ആ തൊഴിലുമായിട്ട് നാട് നീളെ നടന്നതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ നാട് നീളെ നടന്നതിൽ കിട്ടിയ ഒരു കുട്ടിയാണ് സുഭാഷ്. ആ ഒരു ദേഷ്യം പുള്ളിക്ക് ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട്. ക്ഷൗരക്കാരനായ ആളിൻ്റെ മകനായി ജനിച്ചതിലുള്ള ഒരു അപകർഷതാ ബോധമാണ് പുള്ളി പലപ്പോഴും പ്രകടിപ്പിക്കുന്നത്. പുള്ളിക്ക് പൂജ അറിയാം എന്നുള്ള വ്യാജേന പല ആൾക്കാരെയും പറ്റിച്ച് ധനം നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി പല അഭ്യാസങ്ങളും പുള്ളി ചെയ്യുന്നുണ്ട്. ഇവിടെ 2 തിരി വെച്ചത് കണ്ടോ? ആ 2 തിരി എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 തിരി സന്ധ്യക്കും പ്രഭാതത്തിലും പ്രദോഷ സന്ധ്യക്കും പ്രഭാത സന്ധ്യയിലും മാത്രമേ 2 തിരിയിട്ട വിളക്ക് കത്തിക്കാവൂ. എന്താ തിരിയുടെ ഉദ്ദേശം? ഒന്ന് സൂര്യനാണ്, ഒന്ന് ചന്ദ്രനാണ്. സന്ധ്യക്ക് കത്തിക്കുന്ന വിളക്ക് കിഴക്കുഭാഗത്തെ തിരി ചന്ദ്രനും പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിച്ചു പോകുന്ന സൂര്യനുമാണ്. പ്രഭാതത്തിലെ തിരി ഉദിച്ചു വരുന്ന സൂര്യന് കിഴക്കുഭാഗത്തും
അസ്തമിച്ചു പോകുന്ന ചന്ദ്രന് പടിഞ്ഞാറ് ഭാഗത്തുമാണ്. 2 തിരി. 5 തിരിയോ പഞ്ചഭൂതങ്ങൾക്കാണ്. പൃഥ്വത്തേജോ വായുവാകാശങ്ങൾക്ക്, പഞ്ചഭൂതങ്ങൾക്കാണ് 5 തിരിയിട്ട വിളക്ക്. 5 തിരിയിട്ട വിളക്ക് വീട്ടിന്റെ വരാന്തയിൽ കത്തിക്കണം, വീട്ടിന്റെ അകത്ത് കത്തിക്കരുത്. 5 തിരിയിട്ട വിളക്ക് പുറത്ത് കത്തിക്കണം. 7 തിരിയിട്ട വിളക്ക് 7 ലോകത്തിലുള്ള മനുഷ്യരോടാണ്. 7 ലോകത്തുള്ള മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. എന്താണ് ഈ പ്രാർത്ഥനയും ഉത്സവവും വളരുമ്പോൾ വളരേണ്ട ലക്ഷ്യം വെക്കുന്നത്? എന്താ? ദൈവം ശക്തിപ്പെടുവെന്നാണോ? നമ്മൾ വിചാരിച്ചിട്ട് ദൈവത്തെ ശക്തിപ്പെടുത്താൻ പറ്റുമോ? എന്താണ് വളരേണ്ടത്? PSCക്ക് പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു മലയാള വ്യാകരണമുണ്ട്. അത് അമേയനാമം മേയനാമം എന്നതാണ്. സ്കൂളിൽ പഠിച്ചവർക്കറിയാം അമേയനാമം മേയനാമം. മേയനാമം എന്ന് പറയുന്നത് കൈകൊണ്ട് തൊടാനും കണ്ണുകൊണ്ട് കാണാനും അളക്കാനും തൂക്കാനും പറ്റിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ പേരുകളെയാണ് മേയനാമം എന്ന് പറയാ. ഒരു മൈക്ക്, ഒരു വാച്ച്, ഒരു പേന, ഒരു ബൾബ്, ഒരു ഫാന്, ഇതൊക്കെ മേയനാമങ്ങളാണ്. കാണാം, എണ്ണാം, അളക്കാം. 1 കിലോ അരി മേയനാമം. എന്നാൽ കാണാനും തൂക്കാനും അളക്കാനും പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. 1 കിലോ സത്യം കിട്ടുമോ? 2 മീറ്റർ സ്നേഹം കിട്ടുമോ? 1 ഹെക്ടർ ധർമ്മബോധം കിട്ടുമോ? 5 സെന്റ് ദയ കിട്ടുമോ? കാരുണ്യം കിട്ടുമോ? ഇതൊന്നും കാണാൻ പറ്റുന്നതല്ല, അളക്കാൻ പറ്റുന്നതല്ല, തൂക്കാൻ പറ്റുന്നതല്ല. മനുഷ്യന്റെ വികാസം എന്ന് പറയുന്നത് അമേയനാമങ്ങളുടെ വികാസമാണ്. അമേയനാമങ്ങളുടെ പരകോടിയാണ് ദൈവം. ഈ പറഞ്ഞതിന്റെയൊക്കെ പൂർണ്ണതയാണ് ദൈവം എന്ന് പറയുന്നത്. സത്യവും സ്നേഹവും ജ്ഞാനവും ആനന്ദവും ചേരുമ്പോ ഈ അമേയനാമങ്ങളുടെ അർത്ഥതലങ്ങളിലേക്ക് ആഴത്തിലെത്തുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെ അന്വേഷിക്കുവാൻ പുറപ്പെടാനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് തലച്ചോറുകൾ ഏറ്റവും ഉറപ്പുള്ള എല്ലുകൊണ്ട് പൊതിഞ്ഞിട്ട് അത് ഏറ്റവും നല്ല ന്യൂറോണുകൾ ബന്ധിതസ്ഥനായിട്ട് ആ ന്യൂറോണുകളിലെ ചിന്തകൾ കരം കൊണ്ട് പ്രവർത്തിക്കുവാൻ പറ്റിയ ഒരു അസലായിരിക്കുന്ന കമ്പ്യൂട്ടറാണ് മനുഷ്യന്റെ ശരീരം. അല്ലേ? നമ്മുടെ ശരീരം ഒരു അത്ഭുതമല്ലേ? നമ്മൾ മനുഷ്യനായി ജനിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമല്ലേ? എന്നിട്ട് മനുഷ്യനായി ജനിച്ചിട്ടും വീണ്ടും വീണ്ടും ദൈവത്തോട് വരന്താ വരന്താ എന്ന് ചോദിക്കുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ്. ഈ വരമെന്ന സങ്കല്പമാണ് പറ്റിച്ചത് നമ്മുടെ രാജ്യം. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. പാണ്ടിയിൽ നിന്നും വന്ന അപ്പക്കാളയുടെ ചെറുമകനും മുതുമൂരിയുടെ അല്ലെ അടയ്ക്കാക്കള്ളനും തേങ്ങാക്കള്ളനുമായ അവൻ്റെ മകനെന്ന സങ്കല്പവും അമ്മട്ട് താത്തയുടെ മകനെന്ന സങ്കല്പത്തോടും കൂടിയ ഏലിയെയും ഉടുമ്പിനെയും ഒക്കെ ചുറ്റുത്തിറ്റുന്ന സമുദായത്തോടു കൂടിയ, അല്ലെങ്കിൽ ഇന്ന് കേരളത്തിലെ നമ്പർ 1 ഭൂമാഫിയയും പൂജാ മാഫിയയും തട്ടിപ്പും വെട്ടിപ്പും നുണയും പറഞ്ഞു പരത്തി വിജയം നേടി സാധാ ജനങ്ങളിൽ നിന്നും തലം തട്ടിയെടുക്കുന്ന ഈ വോഡ്ക വിഡിസ്വാമികളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ അവൻ ഇന്ന് ആദ്യമേ പറയുന്നു അവൻ എൻ്റെ ചാനൽ ബ്ലോക്ക് ചെയ്തു എന്ന്. അത് ശരിയാണ്, അതവന് ചെയ്യാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വീഡിയോ ഓരോന്ന് എടുത്തിട്ടിട്ടാണ് ഞാനതിനെ അഭിപ്രായപ്പെട്ടുകൊണ്ട് ഇരുന്നത്. അതിൻ്റെ അഭിപ്രായവും ഭിന്നതയും പൂജയും ഒക്കെ കാണിച്ച് ഇതെല്ലാം തെറ്റാണ് എന്ന് നിഷ്കർഷിച്ചത്. പിന്നെ ഇവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന്, ഇവനല്ല പോലീസ് സ്റ്റേഷനിൽ പോയൊന്നുമില്ല, ഇവൻ പറയുന്ന പച്ചയ്ക്ക് പച്ച നുണയാണ്. അപ്പോൾ പേരമംഗലത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുകയും ആ പരാതി അനുസരിച്ച് എന്നെ 5-6 പ്രാവശ്യം വിളിക്കേണ്ട കാര്യമില്ല, എൻ്റെ നമ്പറാണിത്. പിന്നെ ഇവൻ്റെ കൂടെ ചൊറിയും കുത്തിയിരിക്കുകയല്ല ഞാൻ, അങ്ങനൊരു കാര്യമുണ്ട്. ഞാൻ 8-9 മണിക്ക് കയറിയാൽ 5-6 മണി വരെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ദേവപ്രശ്നങ്ങളും ഇരിക്കുവാണെങ്കിൽ ഇവൻ്റെ കൂട്ട് ശ്രീകോവിലിൽ വെച്ച് ഫോൺ എടുക്കുന്ന പോലെ ഞങ്ങൾ എടുക്കാറില്ല. ആ സമയം എൻ്റെ ഫോണൊക്കെ സൈലൻറ്റിലായിരിക്കും. പിന്നീട് ഉച്ച സമയത്തോ അല്ലെ വൈകുമ്പാട് സമയത്തോ നോക്കി ചിലപ്പോൾ തിരിച്ചു വിളിക്കും. ചിലപ്പോൾ ഒരാൾക്ക് ഞാൻ ചാർത്ത് കുറിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ കൂടിരിക്കുന്ന അവരോട് പറയും ആ ഫോണൊന്നെടുക്ക്, ആരാൻ ചോദിക്കാൻ പറയും. അല്ലെങ്കിൽ അവർ സാധാരണ ചോദിക്കാറില്ല, അവർ ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് എന്നാ സാറേ എന്നും പറഞ്ഞിട്ടാണ് എൻ്റെ ഈ തരാറുള്ളത്. അപ്പോൾ ഇങ്ങനെ അവനവിടെ പരാതി പറയുകയും എന്നെ ഇദ്ദേഹം 4 നാൾ പിന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ മറ്റൊരു പ്രോഗ്രാമിന് വേണ്ടി
പോയിട്ട് തിരിച്ച് കാറിൽ വരുന്ന സമയത്താണ് വിളിച്ചത്. അപ്പോൾ എന്നോട് ആദ്യം ചോദിച്ച് ഞാൻ പേരമംഗലത്തു നിന്ന് ഇന്നാരാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. നമസ്കാരം സാറേ, എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഇങ്ങനൊരു പരാതിയുണ്ട്, ഇങ്ങനൊരാളെ അറിയാമോ? ഞാൻ പറഞ്ഞു എനിക്ക് പേഴ്സണലി അറിയില്ല, നേരിട്ട് കണ്ടിട്ടില്ല, അറിയില്ല, തരികിടയാണെന്നറിയാം, തട്ടിപ്പ് തന്ത്രി, ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, തട്ടിപ്പ് തന്ത്രിയാണെന്നറിയാം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ചിരിച്ചു, ഞാനും ചിരിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം സാറേ അവിടുന്ന് ഒരു പരാതി വന്നിട്ടുണ്ട്, അത് ലൈസൻസ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ലൈസൻസ് ഉള്ളതാണെങ്കിൽ ഈ ലൈസൻസ് ഉള്ളത് തട്ടിപ്പ് നടത്താൻ പറ്റുമോ സാറേ എന്ന് ചോദിച്ചു. അത് എങ്ങനെയാണ് വ്യക്തമായിട്ട് താങ്കൾക്കറിയാം, നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് ആദ്യം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ നേരത്തെ പുൽപ്പാണിയുടെ മഹർഷി എന്നും പറഞ്ഞിട്ട് തട്ടിപ്പ് നടത്തിയപ്പോൾ ഞാൻ ഒരുപാട് എപ്പിസോഡ് ചെയ്തിട്ട് ഞാനത് നിർത്തിയതാണ്. അത് കഴിഞ്ഞിട്ട് 50 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. കാര്യം അവന് ശ്ലോകങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചൊല്ലിയിട്ട് അവൻ പുൽപ്പാണി തന്ത്രമാണെന്ന് പറഞ്ഞ് തട്ടിപ്പിൽ ഇറങ്ങിയതാണ്. അപ്പോൾ അതിൽ നിന്നും ആവാഹനത്തിൽ ഒരുപാട് പൈസ മേടിക്കുന്ന കക്ഷിയാണ്. വെറും തട്ടിപ്പാണ്, ഒരു മന്ത്രമോ തന്ത്രമോ ഒന്നും അറിയാതെ. ഈ നമ്മൾ പറയുന്നില്ലേ മുറി വൈദ്യരെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹത്തോട് വിളിച്ച് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങനെയാണോ, അപ്പോൾ അങ്ങേക്കിപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞു സാറേ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ കാറിൽ കയറിയുള്ളൂ. അന്നേരം ഞാൻ സുധീഷിനോട്, എൻ്റെ ഡ്രൈവറെ, എന്നോട് പറഞ്ഞു ഞാൻ സഹസ്രനാമം ഒന്ന് കുറച്ചിടാൻ പറഞ്ഞു. ഞങ്ങൾ എവിടെ പോയാലും ലളിത സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ കേട്ടോണ്ടായിരിക്കും പോവുക, ഫാമിലിയായിട്ട് സഞ്ചരിക്കുമ്പോഴൊക്കെ. അപ്പം അത് ഇച്ചിരി കുറച്ച് വെക്കാൻ പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഞാൻ പറഞ്ഞു എത്ര നേരം വേണമെങ്കിലും സംസാരിക്കുക, എനിക്ക് 1.5 മണിക്കൂറുണ്ട് എൻ്റെ വീട്ടിലെത്താനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പേഴ്സണലൊരു കാര്യവും മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വരികയാണ്. അപ്പോൾ കാറിലിരുന്ന് ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ സംസാരിച്ച വിഷയത്തിലെല്ലാം ഞാൻ ഇവൻ്റെ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇന്ന കാര്യത്തിലാണ് ഇവനോട് വന്നത്, തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളിൻ്റെ ചെറുമകനാണിത്, ഇവന് ഇവിടെ ഏത് ജാതിയാണെന്ന് പോലും അറിയില്ല, അവൻ നേരത്തെ മുക്കുവനാണെന്നും പറഞ്ഞിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. പിന്നെ അവനെ ഈ ഷെഡ് കെട്ടിക്കഴിഞ്ഞ്, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അമ്പലമൊന്നും ഞാൻ പറഞ്ഞില്ല, ഷെഡ് കെട്ടിക്കഴിഞ്ഞപ്പോൾ അതെന്താണെന്നൊക്കെ പുള്ളി ഒരുപാട് ചിരിച്ചു. അപ്പോൾ ഷെഡ് കെട്ടിക്കഴിഞ്ഞ് ഇത് തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന കല്ലുകളാണ്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന കല്ല് ബോർഡറിൽ പിടിച്ചതിന് ശേഷം അതിനും തെളിവുകളുള്ളതാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പൈസ അടച്ചിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ ഈ 3-4 വർഷം കൊണ്ട് 25 ഏക്കറിൽ മേളിൽ ഭൂമിയാണ്, സ്വത്തുക്കളാണ് സമ്പാദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവൻ്റെ ലൈവുകളിൽ അവൻ ലൈവ് ചെയ്യുന്നതിൽ ഞാൻ അവനെ അപഖ്യാതി പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മുന്നിൽ സാറേ, ആദ്യം തുടങ്ങി വെച്ചത് ഞാൻ സാറിന് അയച്ചു തരാം. അപ്പോൾ അവൻ തുടങ്ങി വെച്ച് കൊല്ലത്ത് ഉള്ള ഒരു പ്രസംഗത്തിൽ ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നുമില്ലായിരുന്നു. പിന്നെ ഇവൻ്റെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ, എനിക്ക് ഒരുപാട് പരിപാടികളുള്ള ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ സാറേ എനിക്കതിനുള്ള ശ്രദ്ധ ചെലുത്താനോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല. ഞാൻ തന്നെ എൻ്റെ വീഡിയോ വല്ലപ്പോഴും 5-6 എണ്ണോ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി മാത്രം ഇടുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു, ഇവൻ്റെ മകൻ പറഞ്ഞു, ആ മകൻ്റെ കാര്യവും പറഞ്ഞു, ഇന്നുപോലെ ബാംഗ്ലൂർ പോയി തുങ്കൂർ പോയി പിടിക്കപ്പെട്ടതാണെന്നും പിടിക്കപ്പെട്ട് 50 ലക്ഷം അവൻ്റെ പോയതാണെന്നും ഇന്ന എച്ചോ പിടിച്ചോ, അങ്ങനെയൊക്കെയാണോ എന്നൊക്കെ പുള്ളി ചോദിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് അതുപോലെ തന്നെ ഏജൻറ്റുമാരാണെന്ന് പറഞ്ഞു. ഇവരുടെ എല്ലാം കാര്യം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനത് അയച്ചും കൊടുത്തു പുള്ളിക്ക്, അത് ഞാൻ പറയാം. അപ്പോൾ ഏജൻറ്റുമാരാണ്, സംഘടന എന്ന് പറയുന്നതിൽ 5 പൈസ പോലും ആർക്കും കൊടുത്തിട്ടില്ല, തട്ടിപ്പാണ്. ഹരിശ്രീ അശോകനെയൊക്കെ വിളിച്ച് ചേർത്തി 4 ലക്ഷം കൊടുക്കാമെന്നും അല്ലെങ്കിൽ 2 ലക്ഷം കൊടുക്കാമെന്നും 50,000 വെച്ച് കൊടുക്കാമെന്നും പ്രമുഖ പത്രത്തിൽ ആ പത്രക്കാരൻ ഇപ്പോൾ ഇവൻ്റെ ഏജൻ്റായിട്ട് നിൽക്കുകയാണ്. കാരണം ഇവൻ്റെ കൂടെ പൂജയ്ക്ക് പോയി ആൾക്കാരെയൊക്കെ പൂജയ്ക്ക് നിന്നതിന് ശേഷം ആൾക്കാരെയൊക്കെ തട്ടിക്കുന്ന പൈസ കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. അവനെ കൗമുദിയിൽ നിന്നൊക്കെ അടിച്ചിറക്കിയതാണ്. അതുപോലെ ഇവനും കൗമുദിയിൽ നിന്ന് അടിച്ചിറക്കിയാന്ന് പറഞ്ഞു. ഇവൻ തരികിടയാണെന്ന് കൗമുദിക്കാർക്ക് ചാനലുകാർക്ക് മനസ്സിലായപ്പോൾ അവരവിടുന്ന് പറഞ്ഞു വിട്ടു. പക്ഷെങ്കിൽ ഇവൻ നാക്ക് വളച്ചാൽ കള്ളമേ പറയത്തുള്ളൂ, അതും ഞാൻ പറഞ്ഞു. ഇല്ലാത്തത് ഉണ്ടാക്കി പറയാം. ഞാൻ ചോദിച്ചു സാറേ ഇവൻ തന്ത്രം പഠിച്ച എവിടെയാണെന്ന് അറിയത്തില്ല, അതുപോലെ പൂജ പഠിച്ച ഒരു ഇന്ന ആളിൻ്റെ അടുക്കലാണെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വേറെ അനവധിയുണ്ട്. അവരെയൊക്കെ സാറൊന്ന് വിളിച്ചു ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക, ഇങ്ങനൊരു പ്രശ്നം പറയുന്നില്ല. വെച്ചാൽ ഗ്രഹങ്ങളെയൊക്കെ താഴോട്ടിറക്കുക. എങ്ങനെയാണ് സാറേ ഗ്രഹങ്ങളെ താഴോട്ടിറങ്ങുന്നത്? അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അദ്ദേഹം എൻ്റെ പേര് പറഞ്ഞപ്പോഴേ ഹിന്ദു ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങയുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, പക്ഷേ അവിടെ രജിസ്ട്രേഷൻ ഉണ്ട്, ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്, അപഖ്യാതി പറയുന്നു. അപ്പം ഞാൻ ചെറിയ കഥകളെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു.
ഓരോന്നോരോന്ന് കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് ഫാസിയുടെയും ദേവരാജൻ്റെയും ഇന്ന ഭൂമി ഇന്ന ആൾക്കാരുടെ പേരിൽ കിടക്കുന്നതാണെന്നും ട്രസ്റ്റിങ്ങിന് ഉണ്ടാക്കിയതാണെന്നും ട്രസ്റ്റിലേക്ക് പൈസ മേടിക്കുള്ളതും രസീതുകളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അന്നേരം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, അതല്ല ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്താൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു ഡിലീറ്റ് ചെയ്യാം, എന്നെക്കുറിച്ചുള്ളതിന് ഒന്നി മാപ്പ് പറയുക, അല്ല എങ്കിൽ എന്നെയാണ് ആദ്യം ഇവൻ അലക്കാൻ തുടങ്ങിയത്. കാരണം ഞാനിത് അറിഞ്ഞു പോലുമില്ല. അവൻ പ്രസംഗത്തിൽ പറഞ്ഞ് കൊല്ലത്തുള്ള പല ആൾക്കാരും എന്നെ വിളിച്ചു പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ അറിയുന്നത് ഞാൻ മരിച്ചു പോയത്. അന്ന് തന്നെ ഞാൻ ആ കട്ടിങ് എടുത്ത് വെച്ചിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞു. ആ കട്ടിങ് അങ്ങനെ ഓരോ 2 മിനിറ്റും 3 മിനിറ്റും ഉള്ള കട്ടിങ് റെക്കോർഡ് സഹിതം അദ്ദേഹത്തിന് കുറേ വീഡിയോ ഞാൻ അയച്ചു കൊടുത്തു. അപ്പം ഞങ്ങൾ മറ്റു കാര്യങ്ങളും പറഞ്ഞു, എൻ്റെ കുടുംബകാര്യം ചോദിച്ചു, ഇന്ന ആളാണ്, ഇന്ന ജോലി, അതൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്നും പറഞ്ഞു, ഇന്നതാണെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, അപ്പം നിങ്ങളെന്താ നേരത്തെ ഒരു പരാതി ഇതിന് കൊടുക്കാൻ ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ CI ആയിട്ടിരുന്ന ഇന്ന ആൾ നമ്മുടെ ചെങ്ങന്നൂർ CI ആയിരുന്നു, ആറന്മുളയിലും ചെങ്ങന്നൂർ നോക്കിയിരുന്നേ. അന്ന് ഫ്ലഡ് വന്നപ്പോൾ അവാർഡൊക്കെ കിട്ടിയ. അപ്പോൾ പറഞ്ഞ അദ്ദേഹത്തെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാനിത് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് കലേഷ് വെയിറ്റ് ചെയ്യൂ, അപ്പോൾ അവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് നോക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. ആ സാറൊക്കെ എൻ്റെ അടുക്കൽ വന്ന് നോക്കുക, എൻ്റെ അമ്മ പുള്ളിക്കാരൻ്റെ പെങ്ങളെ എല്ലാം എൻ്റെ അടുക്കൽ വരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പറഞ്ഞ് ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിന് പ്രമോഷൻ കിട്ടി. ഇപ്പോൾ പിന്നെ പടക്കം പൊട്ടിയ അവിടെ തൃശ്ശൂർ ജില്ലയിൽ പടക്കം പൊട്ടിയില്ലേ, അവിടെയാണ് പുള്ളിക്കാരൻ്റെ ഡ്യൂട്ടി. ഈയിടെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സാറേ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു, അയ്യോ അതൊന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ സാറേ, ഒരു കാര്യം ചെയ്യൂ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല വരാനായിട്ട്, നേരിട്ട് സംസാരിക്കാനും ബുദ്ധിമുട്ടില്ല, പക്ഷെങ്കിൽ അവൻ വരണം. എന്നിട്ട് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്. പിന്നെ അവൻ്റെ കൂടെയുള്ള നിൽക്കുന്ന സ്റ്റെപ്പിനികളോ അല്ല അവൻ്റെ കുണ്ടപ്പണി ചെയ്യുന്ന ആൾക്കാരോ വന്നു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് ഞാൻ സാറിനോട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു, അതൊന്നും ഇല്ല, നീ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ തീരുമാനം എടുക്കുന്നെങ്കിൽ എടുക്കാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ വീഡിയോ ഒന്നും നിർത്താൻ പറ്റില്ല, അവനെൻ്റെ അപ്പോഴും ഞാൻ പറഞ്ഞു അവനെൻ്റെ ചാനൽ വല്ലതും അടിച്ച് കളഞ്ഞേക്കും. 5 ദിവസമായിട്ട് പിന്നെ ഇവർ വിളിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു, എന്നെ വിളിച്ചില്ലയോ എന്ന് ചോദിച്ചു. സാർ ഒറ്റ പ്രാവശ്യം വിളിച്ചപ്പം എന്നെ കിട്ടി, ഞാൻ പരസ്യമായിട്ടല്ലേ പറയുന്നത്, പേരമംഗലത്തെ അദ്ദേഹത്തോട് തന്നെയാണ്. ഒറ്റ പ്രാവശ്യം വിളിച്ചപ്പോൾ ഫോൺ എടുക്കുകയും ചെയ്തു. ഞങ്ങൾ 1 മണിക്കൂറോളം സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ ഒരു ഹായ് തന്നു. അതിനുശേഷം ഞാൻ ഇവൻ്റെ ആയിട്ടുള്ള കോമാളിത്തരത്തിൻ്റെ എല്ലാം വീഡിയോ ഞാൻ അയച്ചു കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു അവനോട് സംസാരിക്കുക, ഇങ്ങനെ തന്നെ പറഞ്ഞത്, കള്ളത്തന്ത്രിയോട് സംസാരിക്കുക, വ്യാജനോട് സംസാരിച്ചതിന് ശേഷം സാർ എന്നെ ഡേറ്റ് അറിയിച്ചാൽ മതി. പിന്നെ എനിക്ക് ഇന്ന ദിവസങ്ങളിലൊക്കെ പ്രോഗ്രാമുണ്ട്, ദേവപ്രശ്നമുണ്ട്. ഞാൻ ഇതുപോലെ സെപ്റ്റംബർ വരെ ഓൾറെഡി ബുക്കിങ്ങാണ്. 2-3 നമ്മൾ കേരളം വിട്ടുള്ള സ്ഥലത്തും എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വരാൻ സാധ്യത കുറവാണ്, അല്ലാതെ ഏത് പക്ഷം വിളിച്ചാലും ഞാൻ വന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് അവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞത് സംസാരിക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ എന്നോട് പറഞ്ഞു എൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് നോക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനീ പച്ച നുണയല്ലേ സുഹൃത്തെ പറയുന്നത്. പക്ഷേ അതിൻ്റെ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്, അത് 100% ഉറപ്പാണ്. കാരണം ഓൾറെഡി റെക്കോർഡഡ് ഫോൺ ആയതുകൊണ്ട് അത് കാണാതിരിക്കാൻ സാധ്യതയില്ല. അപ്പം ഞാൻ ഇവൻ അയച്ചു കൊടുത്തതും പഴയ 2-3 പുൽപ്പാണിയുടെ എപ്പിസോഡുകളെല്ലാം അദ്ദേഹത്തിന് അയച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നത്, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഫ് എല്ലാവരും IPSകാരാണല്ലോ, അദ്ദേഹം വക്കീലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്. അദ്ദേഹം ഇതുപോലെ എന്നെ വിളിച്ചിരുന്നു. അപ്പം വിളിച്ചിരുന്നു പറഞ്ഞ് ഞാൻ ഇന്ന സ്ഥലത്ത് പോയതാ എന്ന് പറഞ്ഞ് മറ്റൊരു കാര്യം നോക്കിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പം ഞങ്ങളത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇന്നൊരു സംഭവം പറഞ്ഞത്. അപ്പം അയാൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു ഇതിൻ്റെ കാര്യം, എന്തോ ആയി നിങ്ങൾ നമ്മളുള്ള അടി എന്തോ ആയി എന്ന് പറഞ്ഞ്. എന്തോ അടിയാ ഓളത്തരം തന്നെ എപ്പോഴും പറയുന്നതൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇന്നൊരു സംഭവമുണ്ട് സാറേ, ഇതുപോലെ ഇന്നടത്തൊന്ന് വിളിച്ചിരുന്നു. ആഹാ അങ്ങനെയൊക്കെ ചെയ്തു, അത് ശരി ഏത് സ്റ്റേഷനാണെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഓക്കെ ഇന്നതാന്ന് പറഞ്ഞു. അപ്പം കലേഷാണെങ്കിൽ എന്തോ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവനോട് ചോദിച്ചിട്ട് ഡേറ്റ് അറിയിക്കാമെന്ന് പറഞ്ഞു. അത് ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പുള്ളി ഫോൺ വെച്ചു. പുള്ളിയൊന്നും പറഞ്ഞില്ല. അപ്പം പുള്ളി ആയിരിക്കണം മറ്റേ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു, ആയിരിക്കാം. അദ്ദേഹത്തിനും എന്നെ അറിയാവുന്നതാണ്, ഈ ഇവിടെ വിളിച്ച വ്യക്തിക്കും എന്നെ അറിയാവുന്ന ആൾ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തുക്കളെ, ഞാൻ പറയുമ്പോൾ മറ്റൊന്നും അല്ല പറഞ്ഞേ, ഇവൻ്റെ ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞിട്ടുള്ളത് മൊത്തം ഇവനാണ്. എനിക്ക് കുഞ്ഞിക്കാലുണ്ടാക്കി തരാമെന്നും എൻ്റെ വീട്ടിൽ വരാമെന്നും അത് തന്നെയല്ല ഇവനാ പറഞ്ഞെങ്കിൽ വേണ്ടുകയില്ല. ഇവൻ്റെ കൂടെ നിന്ന് സുഹൃത്തിനെ ഷായികൻ, അതെല്ലാം ഞാൻ പിന്നെ സാറിനോട് പറഞ്ഞിരുന്നു. ഷായികൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു പിന്നെ ഉഡായിപ്പ് തട്ടിപ്പ് രീതിയിലുള്ള ഗ്രഹനില ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ വീട്ടിൽ വന്നും ദേവപ്രശ്നം വെച്ചെന്നൊക്കെ പറഞ്ഞു. ദേവപ്രശ്നം വീട്ടിൽ വെച്ച് വെക്കുമോ സാറേ ചോദിച്ചു. എൻ്റെ വീട്ടിൽ പിന്നെ അവരുടെ ദേവപ്രശ്നം വെക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ സാർ ചിരിച്ചു. സാർ വലിയ മറുപടിയുള്ള മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല.
അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലൊരു പിന്നെ ക്രിസ്ത്യനായിട്ടുള്ള ചങ്ങനാശ്ശേരിക്കാരൻ ഇന്നതാണ് പേര് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ അഡ്രസ്സ് ഫുള്ള് ഇവരുടെ രണ്ടുപേരുടെയും അവിടുത്തെ ഏജൻറ്റ്മാരുടെ അഡ്രസ്സ് ഞാൻ തരാം എന്ന് പറഞ്ഞു. അതല്ല സാർ വരുമ്പം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ എൻ്റെ വക്കീലിനെ വിട്ടാൽ മതിയോ ഞാൻ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു. വേണ്ട സാറേ ഞാൻ അവനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് സാറിനോട് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം കോളൊക്കെ പോയത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ ചൊവ്വാഴ്ച തൊട്ട് വീട്ടിലില്ലായിരുന്നു. ഇവന് ചൊവ്വാഴ്ച തൊട്ട് ഇവൻ്റെ അളവും അഭ്യാസവും ഒക്കെ എനിക്ക് നല്ലതായിട്ട് അറിയാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവൻ്റെ തന്തിയല്ല ഞാനെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ സാറിനോട് പറഞ്ഞത് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാതിരിക്കത്തില്ല. അവൻ എൻ്റെ വീഡിയോ എപ്പം റിമൂവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയോ അന്നേരം തന്നെ ചാനൽ തുടങ്ങി. ഇന്ന് പറയുന്നത് കേട്ടോ 1-2 ദിവസമായിട്ട് അവനൊന്നും പറയുന്നില്ലെന്ന്. പക്ഷേ ഈ ചാനൽ അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അവൻ്റെ ശിങ്കിടികളോ ഏജൻറ്റോ ശ്രദ്ധിച്ചിട്ടില്ല. ഈ കൊടകര കുസുമിയുടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, ഭർത്താവും മറ്റു കാര്യങ്ങളും എല്ലാം. ഞാൻ പറഞ്ഞു ഇന്നടത്ത് വെച്ച് കല്ല് പിടിച്ചതാണ്, അതിൻ്റെ പിന്നെ പ്രതിഷ്ഠാ ദിനമില്ല, അപ്പോൾ ലൈസൻസ് കിട്ടിയാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അത് ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാം. വിളിച്ചതിന് ശേഷം അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ഇത്രയും നേരം സാറ് സമയം കളഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വളരെ ഇതായിട്ടാണ് ഫോൺ വെച്ചതും. നല്ല മാന്യനായ ഒരു മനുഷ്യർ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരൻ ചെയ്യേണ്ടെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. അത് എങ്ങനെയെങ്കിലും ഒന്ന് ഡിലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം പരമാർത്ഥമല്ലേ സുഹൃത്തേ ഇത്? ഞാനൊരു ന്യായാധിപനെ കണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു, പക്ഷേ ഞാൻ വ്യക്തമാക്കിയില്ലായിരുന്നു. നമുക്ക് വ്യക്തമാക്കേണ്ട കാര്യമില്ല. ഇനി ഇവൻ്റെ മുന്നോട്ടുള്ള പോക്കിലേക്ക് എനിക്ക് വ്യക്തമാക്കേണ്ട കാര്യമില്ല. അത് മുറ പോലെ നടക്കേണ്ടത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, വെട്ടി ഞങ്ങൾ നിരത്തുമ്പോൾ അങ്ങ് മേളത്തെ ശിഖരം തൊട്ട് അടുത്ത് നിൽക്കുന്ന മരങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെ അങ്ങേയറ്റം വന്ന് ഓരോ ചില്ലകളും അടിച്ചു വെട്ടി കളഞ്ഞതിന് ശേഷം അവസാനം തടി വെട്ടി കായ്ഫലം പോലും ഇല്ലാതാക്കി താഴെ കളയത്തുള്ളൂ. കാരണം തെറ്റ് ആരുടെ കയ്യിലുണ്ടോ അവർ ശിക്ഷിക്കപ്പെടണം, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത് ഇതും ഞാൻ പറഞ്ഞു. ഈഴവ സമുദായത്തിൽപ്പെട്ട ഗുരുദേവനെ അവൻ ഗണക സമുദായം എന്ന് ആണ് പറയുന്നത്. പോട്ടെ, ഞാൻ ദൈവമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള ആരും പറഞ്ഞിട്ടില്ല, SDPക്കാരും പറഞ്ഞിട്ടില്ല. പിന്നെ അവരവരുടെ ദൈവമായിട്ട് കണക്ക് കൂട്ടുന്നെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ സാറിനോട് ഒരുപാട് സംസാരിച്ചു. അപ്പോൾ അന്നേരമൊക്കെയാണ് സാറ് പറഞ്ഞ് എനിക്ക് ഇച്ചിരി കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, അതൊക്കെ നമുക്ക് നോക്കണം. ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി, എപ്പോൾ വിളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തില്ല എങ്കിൽ എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ സാറിനെ വിളിച്ചിരിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മാക്സിമം സിനിമാക്കാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും അവരും ഒക്കെ എന്നെ വിളിക്കുകയും ബുക്ക് ചെയ്യുകയും ചെയ്യുന്ന വാട്സപ്പിൽ മെസ്സേജ് അയച്ചാണ്. അത് എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും ഒരു 6-7 മണി കഴിഞ്ഞ് ഞാൻ വൈകുമ്പാട് സമയത്ത് താമസിക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം നോക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ഒരു മണിക്കൂർ കിട്ടുമ്പോഴാണ് നോക്കുന്നത്. ആ ഒരു മണിക്കൂർ കിട്ടുമ്പോഴാണ് ഞാൻ ഇവൻ്റെ എപ്പിസോഡ് ചെയ്യുന്നത്. എൻ്റെ ഈ എപ്പിസോഡെല്ലാം കേൾക്കുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളുമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവൻ്റെ തട്ടിപ്പ് കൊണ്ട് ഇന്നും വന്നിരിക്കുവാണ് ഇവൻ തട്ടിപ്പല്ലെന്നും പറഞ്ഞിട്ട്. അവിടം ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ 1 മണിക്കൂറോളം ഞാനും അദ്ദേഹവുമായിട്ട് നല്ല രീതിയിൽ, നല്ല മാന്യനായ ഒരു വ്യക്തി, നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അവനെ ഇനി അങ്ങനെ അങ്ങോട്ട് വിടാൻ അങ്ങനെ തീരുമാനിക്കത്തില്ല. കാരണം അതിൻ്റെയൊക്കെ ഇവൻ തന്നെ പറയട്ടെ, എന്തുവാണ് സുഹൃത്തെ അവരെ ആക്ഷേപിച്ച്? ഇവൻ ക്രിസ്ത്യാനിയെ കൊണ്ട് എന്നെ ആക്ഷേപിച്ചു. ഇവൻ പറയുന്നു ഞാനാ എടുത്തിട്ടുണ്ട് വന്നേന്ന്. ഇവൻ്റെ തെളിവുകൾ എൻ്റെ അല്ലേ ഇരിക്കുന്നത്. ഇവൻ എഴുതി കൊടുക്കുന്ന പേന കൊണ്ടുള്ള 78ഓളം തകിടുകൾ എൻ്റെ ഇരിപ്പുണ്ട്. ഇവൻ ജപിച്ചു കൊടുത്ത പിന്നെ ചരടുകൾ എൻ്റെ ഇരിപ്പുണ്ട്. പറഞ്ഞ് മനസ്സിലായില്ലയോ? ഇവരെ പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളതും കൊടകര കുസുമിയും അതുപോലെ വാറ്റുവത്സയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതായിട്ടുള്ള അവർക്ക് ഫലമില്ലാത്തതിൻ്റെ റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. അവരുടെ പേര് വെക്കേണ്ടായിരുന്നേ ഉള്ളൂ. എനിക്കും നമ്മളും പൊട്ടന്മാരല്ലല്ലോ. ഇവനങ്ങ് പറഞ്ഞങ്ങ് ഫലിപ്പിക്കുകയല്ലേ. അവൻ കൊണ്ടുവരട്ടെ ശ്രീനാരായണ ഗുരു ഗണക സമുദായമാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു സാറേ ഒരു കാര്യമുണ്ട്, സാറ് താക്കീത് നിർത്തുവാണെങ്കിൽ ഞാൻ നിർത്താം. അത് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. ഇവൻ വർഗീയത പറയുന്നത് നായരിങ്ങനെ കുത്തിയതാണെന്നും അങ്ങനെ കുത്തിയതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. SNDPക്കാർ അങ്ങനെയാണെന്നും ഒക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഇവൻ്റെ തട്ടകത്തിൽ ഇവൻ സ്വപ്നം കണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം വരെ പറഞ്ഞു. സാറേ അതിനകത്ത് ഏത് ഭഗവാനാ സാറേ? അയാളങ്ങ് ചിരിച്ച്. ഞാൻ ചോദിച്ചു സാറേ ഏത് ഭഗവാനാ? ഗുരുവേ പിന്നെ എന്താ വത്സ നിനക്ക് ഞാൻ വരും തരുന്നു എന്ന് പറയുന്നത് ഭൂലോക തട്ടിപ്പാ. സാറെടുത്തതൊന്ന് വായിര്, അല്ലെങ്കിൽ എൻ്റെ എപ്പിസോഡൊന്ന് കണ്ടു നോക്കുക. അതിനകത്ത് ഇവൻ്റെ ഫുൾ പുസ്തകത്തിൻ്റെ പേജുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് സൂം ചെയ്ത് നോക്കിയാൽ നല്ല കൃത്യമായിട്ട് വായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ തട്ടിപ്പുകളുടെ ഇത് കണ്ടോണം സുഹൃത്തെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നട്ടിട്ട ഗണപതി ശരിയാണോ? അതുപോലെ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കാളഹസ്തി തന്ത്രം എവിടുന്ന് വന്നതെന്ന് അവന് പോലും അറിയത്തില്ല. അവനെ ആരാണ് തന്ത്രം പഠിപ്പിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. ഒരു തന്ത്രവിദ്യാലയത്തിൽ പഠിച്ചിട്ടില്ല. ലൈസൻസ് എടുത്ത് വെച്ചിട്ട് മാത്രം കാര്യമായോ? അല്ലെ STS സംഘടനയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ ആദ്യം ഞാൻ പറഞ്ഞു ഇവന് GST ഉണ്ടെന്നാണ് പറയുന്നത് ജ്യോതിഷത്തിന്. അദ്ദേഹം അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയായിരുന്നു.
കാരണം ജ്യോതിഷത്തിനോ അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞു അതുപോലെ ഘടക സമുദായക്കാർ OEC OBC എന്നൊക്കെ ആണ് പറയുന്നത്. സാറ് സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ സാറേ, സാറൊന്ന് ആലോചിച്ച് നോക്കുക എന്നൊക്കെ ഞങ്ങൾ 1.5 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. ഞാൻ ഏകദേശം എൻ്റെ വീടിന് അടുത്ത് എത്താറാകുന്നതിന് വരെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ മന്ത്രി അദ്ദേഹത്തിൻ്റെ അദ്ദേഹമല്ല അവരുടെ കുടുംബസമേതം എനിക്കറിയാവുന്നതാണ്, അവരുടെ കുടുംബത്തിലാവും മറ്റു കാര്യം അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ചതും ഇങ്ങനൊരു സംഭവം നടന്നതും പറഞ്ഞ് മനസ്സിലായില്ലേ. അപ്പം ഇവനത് ഇന്നും ആ സ്ത്രീയെക്കുറിച്ചായിട്ടൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇവനെന്താ വട്ടാണോ അതോ അറിയാം, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്. കൊല്ലത്ത് വെച്ച് ഇവനെ അന്നേ ഞങ്ങളത് കോപ്പി ചെയ്ത് 2 സെക്കൻഡായിട്ട് SID കൊടുത്തിട്ടുണ്ട്. നീ ഞാൻ ചോദിര് ഞാൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കേട്ടടാ ഊളെ നായിൻ്റെ മോനെ. എന്നെ ഇതിനപ്പുറം വിളിക്കണമെന്നുള്ളതാണ്, സംശയമില്ലാത്ത കാര്യമാണ്. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന് തമിഴ്നാട്ടിൽ നിന്ന് വലിഞ്ഞു കയറി തെണ്ടിത്തരം കാണിച്ചുകൊണ്ട് വന്ന് ഇതാണ് കണ്ടില്ലേ. അന്ന് അയ്യങ്കാളിയും മറ്റുള്ളവരും ഗുരുദേവനും ഒക്കെ ഇവന് സംപൂജ്യനായിരുന്നു. ഇന്നിപ്പം ഗുരുദേവൻ സംപൂജ്യനല്ലാതായി. കാരണം ഇവന് SNDPയിൽ ഒരു വിക്രിയത ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു വലിയ നേതാവോ അല്ലെങ്കിൽ ഒരു ആചാര്യനോ ആയിട്ട് നാളെ ഇലക്ഷനോ വല്ലതും നിൽക്കാനാണോന്നും അറിയത്തില്ല. എന്നിട്ട് അവൻ പറയുന്നു അവൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരല്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞാണ് എന്നോട്, പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് തന്നെ പറഞ്ഞാണ്, മിനിസ്റ്ററുടെ സ്റ്റാഫ് തന്നെ എന്നോട് പറഞ്ഞാണ് ഒരു CPMകാരാണെങ്കിലും ഒരു BJPക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരാണെങ്കിലും തട്ടിപ്പിന് കൂട്ടി നിൽക്കത്തില്ല കലേഷ് കുമാർ എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ അവർ സർക്കാർ ഉദ്യോഗസ്ഥരാട്ടാ. അവർ പറഞ്ഞ് ഇവർ പോയാലും അടുത്ത മന്ത്രി വരുന്നത് അങ്ങനല്ലേ, ഒരാളും നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. അതും ഞാൻ പറഞ്ഞു ഇവൻ CPM അനുഭാവിയാണെന്നൊക്കെ പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുന്നുണ്ട്, എന്നാൽ അവരെ കുറ്റം പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ മതകശത്തിൻ്റെ പേരും അതുപോലെ തന്നെ ലിംഗനിർണ്ണയക്കാരുടെ പേരും അവർ അവിടെ നിന്ന് തോറ്റതാണെന്നും ഇത്ര വലിയ മഹാക്ഷേത്രമാണെന്നും അത്ഭുത ക്ഷേത്രമാണെന്നും പറഞ്ഞ് ഹോളോ വൃക്ഷം അതെല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഹോളോ വൃക്ഷൻ്റെ എല്ലാം അയച്ചു കൊടുത്തു. അദ്ദേഹം അത് കണ്ടു പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 2-3 മണിക്കൂർ എടുക്കും. എല്ലാം ക്ലിപ്പിങ് കളിക്കാം 2-3 പിന്നെ മിനിറ്റ് വെച്ചുള്ള ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവരെപ്പോൾ വരുന്നോ അപ്പം ഞാൻ ചെല്ലും. ഇവരെപ്പം നന്നടം ഉണ്ടെങ്കിൽ വരട്ടെ, നമുക്കൊന്ന് കാണാം, നമുക്ക് ഗോതയിൽ ഇത് കളിച്ചു നോക്കാം. നിൻ്റെ ഗിരിരാജൻ്റെയൊക്കെ ഒന്ന് പൊളത്തിയാൻ എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലായല്ല. കംപ്ലീറ്റ് തെളിവുകളുണ്ടായിട്ട് എന്നോട് സംസാരിച്ചേ. നീ ഓർത്ത് ഈ വീഡിയോ ഒന്ന് ഞങ്ങൾ ചുമ്മാ പറയായിരിക്കും അല്ലേ. തെമ്മാടിത്തരം പറഞ്ഞ് എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയിപ്പിച്ച് മറ്റു വേറൊരാളെക്കുറിച്ച് നീ നുണ പറയിപ്പിച്ച് ദേവപ്രശ്നത്തിന് വന്നു എൻ്റെ വീട്ടിൽ കയറിയെന്നും പറഞ്ഞ് ഷായി എന്നെന്നും പറഞ്ഞ് അവനെ വീട്ടിൽ കയറ്റിയെന്നും ഞാൻ അവനെ ചാർത്ത് കൊടുത്തെന്നും അവൻ്റെ സ്വരത്തിൽ പറയുന്ന വീഡിയോസൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്. ഇതൊക്കെ കള്ളമാണോ സുഹൃത്തേ? അതോ AI ആണോ? അതുപോലെ ഈ കൊടവര കുസുമിയൊക്കെ ഓരോരുത്തരെ വിളിച്ച് പറയുന്ന റെക്കോർഡ്സൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ ലിംഗനിർണ്ണയക്കാർ വിളിച്ചു പറഞ്ഞ് ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ വരെ അവരെന്നോട് പറഞ്ഞ് എൻ്റെ ഇരിപ്പുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? ഏജൻസിയാണ്. ഏജൻസിയുടെ പൂർണ്ണ ഏജൻസിയും തട്ടിപ്പും. 25 ഏക്കറോളം ഈ 3 വർഷത്തിന് മുമ്പ് അവരെന്തുമായിരുന്നു പണി? അണ്ടിക്കച്ചവടവും. അതെല്ലാവർക്കും അറിയാം, അവൻ്റെ നാട്ടുകാർക്കും അറിയാം. തട്ടിപ്പായിരുന്നു. അപ്പം ഇവൻ മറ്റുള്ളവർ മോഷണം നടത്തിയതിനെക്കുറിച്ച് പറയുന്നു. അവിടുത്തെ മേൽശാന്തിമാരോട് ചോദിച്ച് സിർലപ്പൻ അവിടെ ഇന്ന് മോഷണം നടത്തിയതിന് കുഴപ്പമില്ല. ഇത് തട്ടിപ്പാണോ സുഹൃത്ത്? ഞാൻ പറഞ്ഞേ അവഹേളനമാണോ പറഞ്ഞേ? അത് വെറും കല്ല് വെച്ചിട്ട് ഒന്നും അറിയാതെ ബിംബത്തെ പിടിച്ചുകൊണ്ട് പിന്നെ ജലധാര കഴിപ്പിക്കുന്നു, അഭിഷേകം കഴിപ്പിക്കുന്നു. ഇത് തട്ടിപ്പല്ലേ സുഹൃത്തെ? ഒരു ക്രിയ മാത്രമേ ഉള്ളൂ, എന്നിട്ട് പൂർണ്ണ പൂജയാണെന്ന്. എവിടാ സുഹൃത്തെ പൂർണ്ണ പൂജ എന്ന് പറയുന്നത്? നടുവരൽ മാത്രം മേളോട്ട് കളത്തി താഴോട്ട് വെക്കുന്നതിനാണോ പൂർണ്ണ പൂജ എന്ന് പറയുന്നത്? ഈ തണ്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആർക്കാണ് ഇഷ്ടപ്പെടുക? ജ്യോതിഷ സംബന്ധമായിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും താന്ത്രിക സംബന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും ഇവനെ കണ്ടു കഴിഞ്ഞാൽ തട്ടിപ്പാണെന്ന് പറയില്ലേ? ഇവരുടെ ഒരു പൂജ കണ്ടു കഴിഞ്ഞാൽ തട്ടിപ്പാണെന്ന് പറയില്ലേ? അതോ മന്ത്രം ജപിച്ചതിന് ശേഷം ചമതയിടുന്നു? ഇതൊക്കെ ഒരു ആചാരമാണ്. ആചാരങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾക്കോ കേസുകളില്ല എങ്കിൽ തന്നെയും അതിനുള്ള കൃത്യമായിട്ടുള്ള ജനത്തെ തട്ടിക്കുവാണെങ്കിൽ 100% കേസുണ്ട്. ഇവൻ കള്ളത്തരത്തിലല്ലേ വണ്ടി വിടുന്നത്? 1000 രൂപ നിങ്ങളുടെ ഇത് മേടിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾക്ക് ഒറ്റ രസീത് തന്നിട്ടുണ്ടോ? ആ വാഹന പൂജ നടത്തുന്നത് ഇച്ചൽ പൂജകൾക്കും മറ്റു കാര്യത്തിനും ദക്ഷിണയെന്നേ പറയുള്ളൂ. അവൻ എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പം പറയുമായിരിക്കും ഇച്ചിരി പ്രീസ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രീസ്റ്റ് ഓഫ് ഗോഡ് അല്ലെ ശബരിമല തന്ത്രി അല്ലെങ്കിൽ ഗുരുവായൂർ തന്ത്രി എന്ന് പറഞ്ഞാൽ അവർ പ്രീസ്റ്റാണ്. ഇവൻ എവിടുന്നാണ് തമ്പോബലം ഉണ്ടായത്? എവിടെ ഇവൻ കാട്ടിപ്പോയിരുന്നു തമ്പോബലം ഉണ്ടാക്കിയത്? അതുപോലെ കള്ളരായിരിക്കുന്ന ആൾക്കാരെ മൊത്തം പിടിച്ചവിടെ വെച്ചേക്കുക. വാറ്റുകാരനെ പിടിച്ചാണ് അനിൽ എന്ന് പറയുന്ന പട്ടാമ്പി, അവൻ 100 കണക്കിന് കേസുള്ളതാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? അവൻ്റെ ഷെഡി നിർത്തിയേക്കുന്നത്. ഇവന് 100 കണക്കിന് കേസുള്ള ഇവനിതിനെ മാല പൊട്ടിച്ച ഇവനും ഇവൻ്റെ അനിയനും കൂടെ. ഇത് തട്ടിപ്പാണോ സുഹൃത്തെ ഞങ്ങൾ പറഞ്ഞേ? അനിയന് മീൻ കച്ചവടമാണെന്ന് പറഞ്ഞ് ചുമ്മാതാണോ സുഹൃത്തെ? അവൻ്റെ നാട്ടിലുള്ളവർക്ക് പോലും ഇവൻ ജ്യോതിഷം എവിടെ പഠിച്ചെന്ന് പോലും അറിയത്തില്ല.
അവർ പറയുന്നത് ഈ ഓരോ ജ്യോത്സ്യന്മാരെടുക്കെ പോയി അവർ ഇച്ചിരി ചില്ലറ മേടിക്കുന്നു, ഇത്രേ ഉള്ളൂ. ഒരു ദിവസം തന്ത്രിയിൽ നിന്നൊരു ബോർഡും, ആ തന്ത്രിയിൽ നിന്ന് ബോർഡ് വെക്കാൻ പറഞ്ഞാൽ ഫാസിയാ, അങ്ങാർക്ക് ഇപ്പം വയ്യാതിരിക്കുക. അങ്ങാരും ഓരോ വാസ്തുവിന് പോകുമ്പോൾ ഇവനെ ആഭിചാരം ചെയ്ത് പൊടി കൊടുത്തു വിടുമായിരുന്നു. ഇത് കള്ളമാണോ സുഹൃത്തെ? ഇപ്പം വരുന്ന പെണ്ണുങ്ങളെയും നാണയവും ഭസ്മവും ഒക്കെ ജപിച്ച് തന്നു വിട്ട് നിങ്ങൾ കമ്മിറ്റി കൂടുന്ന വീടുകളിലൊക്കെ കൊണ്ടിടുക. കുറച്ച് ദിവസം കഴിയുമ്പോഴേ നിങ്ങൾ അനുഭവിക്കുന്ന അറിയത്തുള്ളൂ. ആവാഹന പൂജയിൽ എത്ര പേര് രക്ഷപ്പെട്ടു? ഇവൻ്റെ കൂടെ നിന്ന മകേഷ് എന്തുകൊണ്ട് അവരുടെ വീട്ടുകാരെ കൊണ്ടൊന്ന് പറയിപ്പിക്കാവോ? ആ വീട് ഇവൻ വിൽപ്പിക്കാൻ നോക്കിയാനാണ്. നിങ്ങൾ ആലോചിക്കുക, തിരുവനന്തപുരംകാരിയുടെ 1.5 കോടി രൂപയുടെ ഒരു വസ്തു ഇവനെ പിന്നെ ഭൂമാഫിയ വഴി വിൽപ്പിക്കാൻ നോക്കിയാനാണ്. വിധിക്കാന്നാണ് ഇവനെ എല്ലാവരും പറയുന്നത്. എന്നിട്ട് ഇവൻ പൂർണ്ണ പൂജയാണ്, 101% പൂജയാണ്, 101% മാറ്റിക്കൊടുക്കും. എത്ര പേരുടെ വട്ടി ഇവൻ മാറ്റിക്കൊടുത്തിട്ടുണ്ട്? ഒരാളെ ഒന്ന് നിർത്തി സാക്ഷ്യം പറയിപ്പിക്കാവോ? ഇപ്പോൾ 1.5 വർഷമായി ഒരാളെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുന്നു. ഇതൊക്കെ തെറ്റാണോ സുഹൃത്തെ? ശരിയാണോ സുഹൃത്തെ? നിങ്ങൾ ആലോചിക്കുക. തെമ്മാടിത്തരം കാണിച്ചിട്ട് അവൻ തന്നെ അവനുള്ള കുഴി തോണ്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞതിൽ എന്താ തട്ടിപ്പ്? മൂവാറ്റുപുഴ ഒരു പെണ്ണിനെ, ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ സ്നേഹിച്ച് അവൾ പിന്നെ മുറിച്ച് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഇത്, ഞാൻ ഏടിപ്പിക്കുമല്ലോ ആ സാധനം മൊത്തവും. അതിൻ്റെ ചെറിയൊരു അവിടുത്തെ നേഴ്സിനെ വിളിച്ചിട്ട് എനിക്ക് ചെറിയ കാര്യങ്ങളെ കിട്ടിയിട്ടുള്ളൂ, മൊത്തം ഫുൾ ചെയ്യാൻ അടുപ്പിക്കും ഞാൻ അവിടുന്ന്. നിൻ്റെയൊക്കെ തട്ടിപ്പ് കുടുംബസമേതം തട്ടിപ്പിക്കാൻ ഇറങ്ങി. പിന്നെ ഇവൻ്റെ ഭാര്യ എന്തുവാ ഞാൻ പറഞ്ഞേ? സത്യമല്ലേ പറഞ്ഞത്? നെഞ്ചെ തച്ചു കൂത്തി എന്ന് പറഞ്ഞത് ചുമ്മാ എന്നോ? നിങ്ങളൊന്ന് നോക്കണം, അന്നേരം അറിയാം അച്ചു കൂത്തിയിട്ടുണ്ടോ എന്നുള്ളത്. കോടതി വരുവാണെങ്കിൽ കോടതി ചോദിക്കും, എവിടെ ആ അച്ചു കുത്തി ഒന്ന് കാണിച്ചതെന്ന് പറയും. വനിതാ പോലീസുകാരെ കൊണ്ട് നോക്കിപ്പിക്കും. അല്ല, ഇവൻ മാത്രമേ വിവാദം പഠിക്കാൻ അറിയത്തുള്ളൂ. ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പാണ്ടിയിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ച് 2 മുറിയിൽ താമസിച്ച് ഇവനെ എങ്ങനെയാണ് സുഹൃത്തെ വലിയ വീടുണ്ടാക്കുന്നത്? എവിടെ നിന്ന് കിട്ടി ഇവന് കാശ്? വേറെ എന്തോ ഇവന് വേറെ പണി വല്ലതും ഉണ്ടോ? അതുപോലെ തന്നെ ബ്ലാക്കിനെ വൈറ്റ് ആക്കുന്നു. അനധികൃതമായിട്ട് അഹിന്ദുക്കളിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും പണം പറ്റിക്കൊണ്ട്. അതും ഞാൻ പറഞ്ഞു സാറേ, ഇത് ഇവൻ്റെ തന്നെയല്ല, ഇവന് വേറെ ഓരോ ഫ്രോഡ് പരിപാടികളുണ്ട്. അതൊരു ഹോട്ടലുകാരനുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അന്നേരം പിന്നെ ഞാൻ എന്നോട് ചോദിച്ചു, സാറിന് എന്താ ഇതിന് പരാതി തരാൻ കാരണം? ഇത് സൈറസിലല്ലേ കൊടുക്കേണ്ടേ? ഇങ്ങനെയുള്ള വീഡിയോയുടെ മറ്റോ ഉണ്ടെങ്കിൽ അത് അവിടെ അല്ലേ കൊടുക്കേണ്ടത്? ഇവനെ ഞാൻ ഊരിട്ടിയെടുത്ത് ഞാൻ കേസിനകത്ത് കൊണ്ടുവരികയല്ലോ. നിന്നെ ഞാൻ കൊണ്ടുവരിപ്പിച്ചിട്ട് കളി കളിക്കുന്നുണ്ട്. നിന്നെ അങ്ങനൊന്നും വിടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്, ഞാൻ ഇന്നപോലെ എനിക്ക് 3-4 മാസത്തേക്ക് പ്രോഗ്രാമെല്ലാം പിന്നെ ഇതായതാണ്. ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങും. അതുകൊണ്ട് ആഴ്ച 2-3 ഇവനെ വിട്ട് കളയുമ്പോൾ തോറും ഇവൻ പണി അങ്ങോട്ട് കൊടുക്കാനായിട്ടുള്ളതും കൊണ്ട് വരികയാണ്. അതുപോലെ തന്നെ തൃശ്ശൂരുകാരി എന്തോ പറഞ്ഞേ? 10 പൂജയാണ്. ഞാൻ ആണോടോ പിന്നെ വെടിസ്വാമി, വോഡ്ക സ്വാമി, വെള്ളം അടിച്ച് തമ്പുരുമായിട്ട് കിടക്കുന്നു. അവിടെ നിൽക്കുന്നവന്മാരുടെ ഫോട്ടോ സഹിതം ഞാൻ തരാം അങ്ങോട്ട്. നിൻ്റെ ഏജൻറ്റുമാരെല്ലാം മറ്റു ക്ഷേത്രങ്ങളിൽ പോകുന്നതിൻ്റെ ഫോട്ടോ സഹിതം ഇട്ടല്ലോ. അത് തട്ടിപ്പീരാണോ? നിൻ്റെ ഏജൻറ്റുമാർ സാധുജനങ്ങളെ അവിടെ പറ്റിച്ച് ആവാഹനമാണ്, അത്ഭുത ക്ഷേത്രമാണെന്ന് കൊണ്ടുവന്നിട്ട് അവർ വേറെ ക്ഷേത്രത്തിൽ പോകുന്നത് എന്തേ? നിൻ്റെ ഭാര്യ കൊടുങ്ങല്ലൂർ പോകുന്നത് എന്തേ? പടം സഹിതം ഞാൻ തരാം. നിൻ്റെ പെണ്ണിന് ഒരു പ്രശ്നം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ബന്ധമുണ്ടായിട്ട്, ഒരു പുരുഷ ബന്ധം ഉണ്ടായിട്ട്, അതുകൊണ്ട് എന്തിനാണ് അവിടെ മാറ്റിയത്? നീ തന്നെ തെമ്മാടിത്തരം പറയുന്നു. ഞാൻ പറഞ്ഞു സാറേ, ഇവന് ഗുരു ഗണക സമുദായമാണെന്നാണ് പറയുന്നത്. നല്ല സമുദായക്കാരെയൊക്കെ ഒക്കെ ഇട്ട് അലക്കുക, അതുപോലെ നായന്മാരെയൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ ചെയ്ത നമ്പൂരി അയച്ച്. ഇവനിപ്പോൾ പറയാനുള്ള റൈറ്റ് എന്തുവാ? അല്ല, ഇവന് പുസ്തകം എഴുതാൻ എത്രാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവനാണ് ഇവനാരെ? നവോത്ഥാന നായകനോ? അതോ ഹൈന്ദവത്തിൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നോ? സനാതന ധർമ്മവും ഇട്ടിട്ട് പറ്റിക്കുകയാണ്. അവിടുത്തെ കണക്കൊന്ന് ചോദിച്ചു നോക്കിക്കേ. നീ കൊണ്ടുവാ ഈണ്ടാസുമായിട്ട്. പറഞ്ഞ് മനസ്സിലായോ? എടാ, കോടികൾ മുടക്കിയെന്ന് പറഞ്ഞാലും എനിക്കൊരു ആന വിറ്റിട്ട് പകുതി ഇത് മതി നിന്നെ അകത്തിട്ട് അടയ്ക്കാനുള്ള കാര്യം. വെടിങ്കോടിക്കൊണ്ട് വരരുത്. പിന്നെ കുറച്ചൊക്കെ ഞാൻ മനസാക്ഷി കാണിക്കുന്നതുകൊണ്ടാണ്. പിന്നെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. തട്ടിപ്പ് തന്നെ. പിന്നെ നുണക്കഥകൾ പറഞ്ഞുകൊണ്ട് വരുന്നു. നിൻ്റെ തന്ത എവിടെയാടാ പൂജിച്ചോ എന്ന് പറഞ്ഞടാ. ഏത് ക്ഷേത്രമാണെന്ന് നീ ഇന്നും പറഞ്ഞില്ലല്ലോ. എവിടെ പൂജിച്ചതെന്ന് പറ. നിൻ്റെ തന്തയെ പിന്നെ വൃദ്ധസാധനത്തിലിട്ട് നീ കൊന്നു. കാരണം നിങ്ങളെല്ലാവരും കൂടെ, മക്കളെല്ലാം കൂടെ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ വൃദ്ധസാധനത്തിൽ ചെന്ന് നീ ഒന്ന് എടുത്തു നോക്ക്. അല്ലെങ്കിൽ മറ്റൊരാളൊന്ന് കൊടകര കുസുബിയോ എല്ലാം എടുത്തു കൊടുക്ക്. ഇനിയിപ്പോൾ കേസ് വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ പേര് വന്നോളുമല്ലോ. ഇറങ്ങ് അങ്ങോട്ട്.
ഒറ്റ ഒരുത്തിനെ കയറി ഇറക്കാതെ വിടത്തില്ല ഞാൻ. ഉറപ്പാണ്. ഞാൻ അന്നും പറഞ്ഞതാണ്, അടി തൊട്ട് ചില്ലകൾ പൊട്ടി ഞാൻ വെട്ടുമെന്ന് ഞാൻ പറഞ്ഞതാണ്. കൊടകരയ്ക്ക് ഇച്ചിരി ക്രിമിനടി കൂടുതലാണ്. തന്നെയല്ല, എൻ്റെ നാട്ടുകാരാണ് ഇവൻ്റെ ഇത് പിന്നെ ഇവന് തിരിച്ച് എപ്പിസോഡ് ചെയ്യാൻ പ്രലോഭിച്ച്. അതും ഒരു SNDP ആയിട്ടിരിക്കുന്ന ഒരാൾ എൻ്റെ ഇടയ്ക്ക് വന്നു, സാറേ എൻ്റെ മക്കളെ 2 പേരെ സാർ പഠിപ്പിച്ചതാണല്ലോ, സാർ ഇതൊക്കെ കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ട് നിങ്ങളുടെ കുടുംബങ്ങളെ? അത് എൻ്റെ അച്ഛൻ മുതൽ വല്യച്ഛൻ മുതൽ വല്യച്ഛൻ വരെ ഇവിടെ താമസിച്ച വർഷങ്ങളോളം പഴക്കമുള്ള കുടുംബങ്ങളാണ്. ചേട്ടനനിയന്മാർ അന്തസ്സായിട്ട് താമസിക്കുന്ന എൻ്റെ നാട്ടുകാർക്കറിയാം. അത് കഴിഞ്ഞിട്ടാണ് ക്രിസ്ത്യൻ രീതിയിലുള്ള 2 പേര്, PC ചാൻ എന്ന് പറയുന്ന ഒരാളും പിന്നെ ആ പള്ളിയിലെ അച്ഛനും എന്നോട് പറഞ്ഞേ, അത് ഇവൻ വന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞേ, ആ നാസറാണി നായിൻ്റെ പോലെ ചങ്ങനാശ്ശേരിക്കാരൻ തേണ്ടി പെണ്ണുപിടിക്കാരൻ അല്ലയോടാ, അവന് പെണ്ണുപിടിയല്ലേടാ, 8 കെട്ടിയില്ലേടാ. നിൻ്റെ കൂടെ നിൽക്കുന്ന ഏതാടാ നല്ലതുള്ളത്? നീ വാറ്റുവലസയ്ക്ക് റൂം എടുത്തു കൊടുത്തെന്ന് പറഞ്ഞ് കള്ളമാണോടാ പറയുന്നത്? വാടക സഹിതം കൊടുക്കുന്നത്? നീ ചെക്ക് കൊടുത്തേ, പിന്നെ അവിടുത്തുകാരിക്ക് ചെക്ക് കൊടുത്തത് ഒരു ഒപ്പുകൂടാതല്ലേ കൊടുത്തത്? ബ്ലാങ്ക് ചെക്ക് വെറുതെ എടുത്തിട്ടിട്ട് നാട്ടുകാരെ കാണിക്കാൻ പാറ്റിക്കുന്നു. അവിടെയുള്ള പൂജക്കാരെ മൊത്തം പറഞ്ഞാൽ അവരെ നിർബന്ധിച്ചാണ് സുഹൃത്തുക്കളെ ഇവൻ വീഡിയോയ്ക്കകത്ത് തള്ളിവിട്ടിട്ട് ഇവനാ സാക്ഷ്യം പറയുന്നത്, അവരല്ല പറയുന്നേ. ഇല്ല പിന്നെ പൂജ കൊടുക്കത്തില്ലെന്ന്. അതിലും വലിയ തട്ടിപ്പീര് 3 ദിവസം കൊണ്ടാണ് ആവാഹനം. ഞാൻ അതും SI യോട് പറഞ്ഞു, സാറാ ഒരു ഹൈന്ദവനാണെന്ന് ആലോചിച്ച് നോക്ക്, ഇത് കേരളത്തിലെവിടെ 3 ദിവസം ആവാഹനം നടക്കുന്നത്? അവന് മന്ത്രം അറിയത്തില്ല, അതുകൊണ്ടാണ് ബാധ വരാതെ. 1.5 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന സാധനമേ ഉള്ളൂ. ഇനി അതോ അതികഠിനമായിട്ടുള്ള ബാധയാണെങ്കിൽ അതിന് വേറെ പരിഹാര മാർഗ്ഗം ഹോമകുണ്ടത്തിൽ ചെയ്യാവുന്ന മാർഗമുണ്ട്. എന്നിട്ട് അവന് നമ്മുടെ ജ്യോതിഷ ഏത് പുസ്തകമെന്ന് അറിയത്തില്ല, അതിനകത്തെ കുറേ പദ്യങ്ങൾ മലയാളീകരിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. പഠിച്ചൊന്നും വെച്ചിട്ടില്ല. ഒരു കർമ്മം ശരിക്കറിയത്തില്ല. ഒരു വൃത്തിയോ ശുദ്ധിയോ അല്ലെങ്കിൽ ദേഹശുദ്ധിയോ ഇല്ലാതാണ് ചെയ്യുന്നത്. മലവാര പൂജയ്ക്ക് പോലും അതിൻ്റെതായിട്ടുള്ള ചടങ്ങുകളുണ്ട്. ഒരു മലവാര പൂജ ചെയ്യുന്ന ഒരു കർമ്മിക്ക് മറ്റൊരാൾ മലവാര പൂജ ചെയ്യുമ്പോൾ അറിയാം. പിന്നെ അതിൽ കുറച്ച് രഹസ്യമന്ത്രങ്ങളുണ്ട്, അത് ചിലപ്പോൾ ആരും വിട്ടു കൊടുക്കത്തില്ല. അത് നീയും വിട്ടു കൊടുക്കണ്ട, അതിൻ്റെ കയ്യിൽ ഇരുന്നോട്ടത്. നിനക്ക് ഇക്ക ഇണ്ണാന്ന് എഴുതാൻ അറിയത്തില്ല ഇല്ലാത്തവൻ്റെ ചെവിക്കകത്ത് മറ്റേ ഒഴിക്കേണ്ടിയോനാ നീ. പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട. അതുപോലെ കൂടോത്രത്തിൻ്റെ കാര്യം പറഞ്ഞു, അതെല്ലാം ക്ലിപ്പായിട്ട് എൻ്റെ കയ്യിലുണ്ട്. മറുതാണ് ഷായനാവും മുട്ട വെട്ടി, വെള്ളപ്പടി നടേശന് വെട്ട വെട്ടി, ഇപ്പം താഴെ പോവും, മറ്റേ താഴെ പോവും. ഇവൻ ആരാണ് ഇവിടുത്തെ കേരളത്തിലെ? അഹങ്കാരം അഹന്തയും കൊണ്ട് നോക്കുന്നത്. ഒരു തന്ത്രി എന്ന് പറയുന്ന പദത്തിന് അർത്ഥം പോലും അറിയത്തില്ല. ഒരു ദൈവജ്ഞൻ എന്തുവാണെന്ന് ഈയുടെ അർത്ഥം പറയുന്നത് കേട്ട് ഞാനതൊന്നും വലിച്ചിടാഞ്ഞതാണ്. ജ്യോതിഷം എന്താണെന്ന് അറിയത്തില്ല. അതുപോലെ ഇന്നാളി പറഞ്ഞ അവൻ പ്രണവം ആസ്ട്രോളജി, പ്രണവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം എന്നാണ് അർത്ഥമെന്ന്. ഈ വേണ്ടാടത്തെയൊക്കെ പിടിച്ചാണോ തന്ത്രിയാക്കിയിരിക്കുന്നത്? ഒരു പുഷ്പം ഇടാൻ അറിയത്തില്ല. ഇതെന്തുവാ നിങ്ങൾ പറഞ്ഞു തരൂ. ഈ പൂ മാത്രം ഇങ്ങനെ ഇടുക, കുറേ കിണ്ടിയിലെ വെള്ളം എടുത്തിട്ട് ഒരു ഒഴിച്ചിലും. ഈ പിന്നെ കിണ്ടിയിൽ എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട്, സംജ്ഞകളുണ്ട്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഒരു പുഷ്പാഞ്ജലി നടത്തിയാൽ നമ്മൾ ഒരു വിവാഹം നടക്കാൻ ചിലപ്പോൾ നടത്തിയെന്നിരിക്കും, ചിലപ്പോൾ ഒരു കാര്യസാധ്യത്തിന് നടത്തിയെന്നിരിക്കും, അല്ലെങ്കിൽ മക്കളുടെ ജോലിക്ക് വേണ്ടി നടത്തിയെന്നിരിക്കും. എന്തോ ആണെങ്കിലും പ്രസാദം തരേണ്ടത് അങ്ങനെയാണ്. പ്രസാദം പോലും ഇവൻ കൊടുക്കത്തില്ലായിരുന്നു. പലരും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. അതും വെറും അശുദ്ധിയായ രീതിയിലാണ് പ്രസാദം. ഇത് ഹോളോ ബ്രിക്സ് അല്ലേ? ഇതിൻ്റെ മണ്ടയ്ക്ക് ഇതാണ്ട് ഈ കല്ലിൻ്റെ മണ്ടയ്ക്കാണ്. നിങ്ങൾ നോക്കൂ, ഇത് ചുമ്മാ ഒന്നും കിട്ടിയൊന്നുമല്ലോ. എന്തിനാ അവൻ്റെ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ പിന്നെ വീഡിയോ ചിത്രം പവലിയനിൽ അതും എൻ്റെ കട്ടിങ് കയ്യിലിരിപ്പുണ്ട്. ഞാൻ മൊത്തം കട്ടിങ്ങുണ്ട്. എനിക്ക് തോന്നുന്നു എന്തുമാത്രം കട്ടിങ് ഞാൻ പുള്ളിക്കാരനെ അയച്ചു കൊടുത്തെന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരൻ വാട്സപ്പിൽ ഹായ് ഞാൻ പറഞ്ഞു വീട്ടിലോട്ട് ചെന്നോട്ടെ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാനിവിടെ വന്നിട്ട് ഒരു സമയവും കളഞ്ഞില്ല, അന്നേരം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയും ചെയ്തു. മനസ്സിലായടാ കൂളെ? നിൻ്റെ വീട്ടിലുള്ള ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ തന്തയല്ല എൻ്റെ തന്ത. അതുപോലെ തന്നെ തന്തയ്ക്ക് വേറെ ജ്യോതിഷമാണ്, മറ്റേ ജ്യോതിഷമാണ്, ഇത് ജ്യോതിഷമാണ്, മറ്റേ ഇതാണ്, അതൊന്നും പറഞ്ഞതിനൊരു കുഴപ്പമില്ല. പുണ്ണാഞ്ചിയുടെ കാര്യം വരെ പറഞ്ഞതിന് കുഴപ്പമില്ല. എൻ്റെ ഭാര്യയുടെ മറ്റു കാര്യങ്ങൾ പറഞ്ഞതിന് കുഴപ്പമില്ല. നാണമില്ലാത്ത അവൾക്ക് എന്തോ ജോലിയെന്ന് പോലും നിനക്കറിയത്തില്ലല്ലോ. പിന്നെ നീ എങ്ങനെ അവളെ അഭിപ്രായപ്പെടുന്നത്? തെമ്മാടിത്തരം പറയുന്നു. എന്നിട്ട് പെണ്ണുങ്ങളെ കൊണ്ട് അന്നേരം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരാടെ പിന്നെ ബന്ധുവാണ്. അപ്പോൾ പിന്നെ ഞങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ എന്നോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പെണ്ണുങ്ങളെ കൊണ്ട് അടിക്കാൻ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു.
ഒന്നും പേടിക്കണ്ട സാറേ, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞു. എപ്പോൾ വന്ന് ചോദിച്ചാൽ മതി, ഇവിടെയും പെണ്ണുങ്ങളുണ്ട്, നമുക്ക് കാണിച്ചു കൊടുക്കാമെന്ന്. ഞാൻ ഈ പിന്തുണയുള്ളതുകൊണ്ട് മാത്രമാണ് ചെയ്തത്. എനിക്ക് ഈ ഊളത്തരത്തിന് കൂട്ടിരിക്കണമെന്നോ ഈ ഊളയ്ക്ക് പറയണമെന്നോ അത് തന്നെയുമല്ല, ഇവനെ ഒരു തെറിയോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ ഒന്നും പറയാതെ ഞങ്ങൾ ആലോചിച്ച് റെഡിയാക്കിയതിന് ശേഷം ഒരു മോശമായിട്ടുള്ള ഭാഷ പറയാതെയാണ് ഇവനെ ഞാൻ വിമർശിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കയറിയാണ് ഇവനെ ലവൻ്റെ പരിപാടിയും കൊണ്ട് വന്നേ. കലൂരെ അവനെ ഞാൻ വലിയ കോപ്പാന്ന് പറഞ്ഞിട്ട് വന്നത്. അവൻ്റെ പണി പെണ്ണുപിടി മറ്റു ഇതുവാണെന്ന് എല്ലാവർക്കും അറിയാം. അവൻ്റെ ഭാര്യയെ ഇവിടെ കൊണ്ട് ഉഴിഞ്ഞിരുത്തിയേക്കുമായിരുന്നു. പിന്നെ വേറൊരുത്തിയുണ്ട്, അവരുടെ ബന്ധുക്കളെ വരെ തട്ടിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, കോട്ടയംകാരി, ട്രാൻസ്ജെൻഡർ. എന്നിട്ട് അവൾ പരീക്ഷിക്കാനായിട്ട് പിന്നെ ഈ ഇവൻ്റെ ഗുരുവിൻ്റെ ശിഷ്യനായ എന്തുവാ അങ്ങനെ പേര് ഞാനൊക്കെ മറന്നുപോയി, അയാളെടുക്കൽ ഇവൻ പരീക്ഷിക്കാൻ വിട്ടേക്കുക. എൻ്റെ ഓഫീസിൽ വന്നതോ നാണമില്ലോടോ നിനക്ക് തെണ്ടി, ഇങ്ങനെ വലിഞ്ഞു കയറി ഓരോ കാണിപ്പയ്യൂരിൻ്റെ താഴെ കൊണ്ട് മെസ്സേജ് ഇടുക. അതുപോലെ തന്നെ ഹിന്ദു വിഷൻ ചാനലിൽ അവരിവൻ്റെ തട്ടിപ്പ് പറഞ്ഞപ്പെടുത്തി താഴോട്ടങ്ങ് മെസ്സേജ് ഇടുക. ആ കണ്ണൂരുകാരനാണ് ഏറ്റവും, അവനൊക്കെ ഇടിച്ച് പാദം വരുത്തണം അങ്ങ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട്. തെണ്ടിയോ ഒക്കെ അവന് പൂജ ചെയ്തിട്ട് അവനിതുവരെ വലിച്ചിട്ടില്ല, അവൻ്റെ കല്യാണം നടന്നിട്ടില്ല. അവന് ഏതാണ്ട് അവൻ്റെ അമ്മയുടെ പ്രായമായുള്ള ഒരു പെണ്ണുപിള്ളെ കൊണ്ട് നടക്കുകയാണ്. ഈയിടെ അവിടെ അടി നടന്നതാണ്. വേറൊരു ഏജൻറ്റ് എടുത്തിട്ട് പൊതിരെ തല്ലിയതാണ് ഇവനെ പിന്നെ ജിതേഷിനെയും കൂടെ. അവരുടെ പിന്നാമ്പുറത്തും മുന്നാമ്പുറത്തും ഒക്കെ പിടിക്കാൻ ചെന്നു. എല്ലാ പെണ്ണുങ്ങളും ഒന്നും ഇരുന്ന് കൊടുക്കത്തില്ല, പറഞ്ഞാൽ മനസ്സിലായോ? അതിന് പറ്റിയ സാധനം നിൻ്റെ റെഡി തന്നെ ഉണ്ടല്ലോ. അവരോട് പറഞ്ഞാൽ അവർ രാപ്പകലില്ലാന്ന് കിടക്കും, രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ അല്ലേ അട്ടിപ്പേർ കിടന്നിട്ട് പോകുന്നേ. വെള്ളം അടിച്ചാലേ ചിലക്ക് ഉറക്കം വരുവുള്ളൂ. അങ്ങ് പൊളക്കുക, ഞാൻ ആരാന്നോന്ന് അറിയാവോ എന്ന്. വേറെ ഒരുത്തം വിളിച്ചപ്പം അയാൾ എനിക്കത് അയച്ചു തന്നു. വിളിച്ചപ്പോൾ പറയാ, കൊടകര കുസുമി, ഞാൻ ആരാണെന്നറിയാൻ നിനക്കെന്തോടി ജോലി, നീ ആണാന്നറിയാൻ നീ അങ്ങ് കയറ്റി അങ്ങ് ഗ്രൂപ്പിലങ്ങ് ഉണ്ടാക്കുമായിരുന്നല്ലോ. നിന്നെ ഒന്നും പറയണ്ടാന്നോ? അപ്പം നീ ഞാനുമായിട്ടെന്തോ എന്തോള്ളേ, നിന്നെ എനിക്കറിയത്തോലുമില്ല. ഇവൻ്റെ ഈ ഷെഡ്ഡി വന്നേ പിന്നെ നിന്നെ അറിയാവുന്നേ. നീയൊക്കെ കാണുന്നതിന് മുമ്പേ ഇവനെ ഞാൻ കണ്ടതാ. ഇവൻ്റെ തട്ടിപ്പോ അറിയാവുന്ന, ഇവൻ്റെ ചേട്ടൻ്റെ തട്ടിപ്പോ അറിയാവുന്ന. അത് ആൾക്കാർ വിശ്വസിപ്പിക്കത്തക്ക രീതിയിൽ അവൻ്റെ അയൽവക്കാരൻ പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ടോ ആ സുരേഷിനെ ഇവൻ കളിയാക്കി. അതും പറഞ്ഞു ഇവൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ പെങ്ങളെ ഇവൻ സമ്മതിച്ചില്ലെന്ന്. അവൻ്റെ പെങ്ങളെ അവരാലോചിച്ച ആളത്. അയാൾ അന്തസ്സുള്ള ഒരു SNDP-കാരനാണ്. അവൻ്റെ പെങ്ങളെ അയാളെ ഇതറിഞ്ഞ് കഴിഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞതാ, അയ്യോ അവനെ കണ്ട ഒരു കൊമരൻ്റെ കൂട്ടല്ലേ ഇരിക്കുന്നത് സാറേ, തലമുടിയെല്ലാം മേളോട്ടും കളന്ന് പഴുതാര പോലെ 2 ഇതും വെച്ചോണ്ട് കനം കുറഞ്ഞ് അരച്ചാൽ നീളമുള്ളൊരുത്തരെന്ന് വിളിയാൻ എൻ്റെ പെങ്ങളെ കൊടുക്കുമെന്ന് അവരെന്നോട് ചോദിച്ചു. പറയുന്നത് പിന്നെ കൃത്യമായിട്ടുള്ള നുണയാണ്. നുണ പറയാൻ വേണ്ടി മാത്രം കേരളത്തിൽ ബ്രഹ്മാവ് അറിയാതെ ലോകത്തിൽ നിന്ന് സൃഷ്ടിച്ച് ആരൊക്കെയോ കുത്തി ഉണ്ടാക്കിയവനാണ് ഇവൻ. ഒരു രീതിയിലും സത്യം പറയത്തില്ല ഇവൻ. അതല്ലേ ഇവൻ്റെ ഭാര്യയ്ക്ക് പോലും ഇവനെ വിശ്വാസമല്ലാത്ത, ഇവൻ്റെ മക്കൾക്ക് വിശ്വാസം. അവനെപ്പോഴും ഇവനെ പൊതിരെ തല്ലുന്നത് നിങ്ങൾക്ക് കാണാം. ആ പെണ്ണും കാച്ചും, ആ പെണ്ണ് മിണ്ടാത്ത പോലും ഇല്ല. സ്വന്തം മോളാ, എന്താ വരാത്തെ? വലിയ മഹാത്ഭുത ക്ഷേത്രമായിട്ടുള്ള സ്വന്തക്കാരാരെയും കാണുന്നില്ലല്ലോ അവിടെ. എല്ലാം നാക്ക് വളച്ചാന്നുള്ളത് തന്നെ. എന്നിട്ട് കമ്മീഷൻ കൊടുത്തിട്ട് പറയാ കമ്മീഷൻ കൊടുക്കുന്നില്ല എന്ന്. വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്, സംസാര ഭാഷ തന്നെയുണ്ട്. സീനിയോറിറ്റി അനുസരിച്ചാണ് അവിടെ കമ്മീഷൻ. നിങ്ങളൊക്കെ പോകുന്നവർ ഊളകളാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരു ഫലവുമില്ല അവിടെ. അവനെന്താ കിണർ കുഴിച്ചിട്ട് അവിടെ കിണറ്റിൽ വെള്ളം കാണാൻ നിങ്ങൾ ചോദിക്കൂ. ഏതെങ്കിലും ഒരു തന്ത്രി, ഒരു മേൽശാന്തിയോ, ഒരു ആചാരം അറിയാവുന്ന ഒരാളോടും ചോദിച്ചേ ഏത് ക്ഷേത്രാങ്കണത്തിലാണ് കിണറില്ലാത്ത? എന്നിട്ട് ആ അഴുക്ക് വെള്ളം ഒഴുകുന്ന ആ സാധനത്തിൻ്റെ കാളിയാർപ്പുഴയാണെന്ന് പറഞ്ഞിട്ടിരിക്കുക. അതും അവിടുത്തെ വെള്ളം കുടിച്ചിട്ടാണ് ജിതിനെന്ന് പറയുന്ന ആളിന് അസുഖം ഉണ്ടായി 1.5 മാസം കിടന്നേ. അതൊരു കുടലിന് അസുഖം ഉണ്ടായി. അവൻ്റെ കൂടെ നിന്ന് ഒരു മേൽശാന്തി, അവൻ 18 ലക്ഷം രൂപയോളം മേടിച്ച്. ഇതൊക്കെ ചുമ്മാതാണോ സുഹൃത്തെ പറഞ്ഞേ? ഇത് അപഖ്യാതിയാണോ? ആ പയ്യൻ മനു എന്ന് പറഞ്ഞ പയ്യൻ മരിച്ചുപോയി. അച്ഛനും അമ്മയെ വിളിച്ച് ചോദിക്കുക. ഇതൊക്കെ ഈ പെണ്ണുങ്ങൾക്ക് അറിയാം. ഈ പെണ്ണുങ്ങൾക്ക് 100% ഇത് പൊട്ടക്കല്ലാണെന്നും ഇവിടെ ഒരു കണക്കും ഇല്ലാത്തതാണെന്നും ഒരു ചൈതന്യവും ഇല്ലെന്നും ഒരു ക്ഷേത്രത്തിൻ്റെ അങ്കണമല്ലെന്നും അവിടെ 4 തൂങ്ങിച്ചതാണെന്നും 9ഓളം ശവങ്ങളെ അവിടെ കുഴിച്ചിട്ടതാണെന്നും തോമസിൻ്റെ കക്കൂസിൻ്റെ മുകളിലാണ് അയ്യപ്പനിരിക്കുന്നതെന്നും തോമസിൻ്റെ കക്കൂസിൻ്റെ മുകളിലാണ് ഹനുമാനെയും വെച്ച് പ്രതിഷ്ഠിക്കുന്നതെന്നും പാതിരാക്കാളി എന്ന് പറഞ്ഞ ഒരു സങ്കല്പമേ ഇല്ല. കുരുതി പോലും അമ്മയുടെ നെഞ്ചത്താണ് കൊടുക്കുന്നത്. എവിടാ തിയറിയുള്ളേ?
ഓരോന്നിനും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ സബ്ജങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് പാലുണ്ടെങ്കിൽ നമുക്ക് തൈരുണ്ടാക്കാം, മോരുണ്ടാക്കാം, പിന്നെ പച്ചടി ഉണ്ടാക്കാം, കിച്ചടി ഉണ്ടാക്കാം. പക്ഷേ എല്ലാത്തിനും ഓരോ വ്യത്യാസങ്ങളില്ലേ? ഈശ്വരനെല്ലാം ഒന്ന് തന്നെയാണ്. അവിടെ ഏതാ ചെയ്തിനുള്ളത്? അതോ തുണി വരച്ചാടുക, സ്ത്രീകോല് മൊബൈൽ വിളിക്കുക, ഇതൊക്കെ ഇന്നുള്ള കൊച്ചു പിള്ളേർ പോലും കണ്ടിട്ട് അവർക്കറിയാമല്ലോ ഓരോ ശബ്ദതരംഗങ്ങളുടെയും പ്രകാശ തരംഗങ്ങളുടെയും വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ഊർജ്ജസ്വലമായിട്ടുള്ള വിഷയങ്ങളെ ഒരു ഫിസിക്സ് പഠിച്ചവർക്കറിയാമല്ലോ എന്തുകൊണ്ട് ശില അവിടെ വെക്കുന്നു, എന്തുകൊണ്ട് പിന്നെ അതിന് ഓരോരോ ആയുർവേദ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദത്തിൻ്റെ പച്ചമരുന്നുകൾ മാത്രമാണ് നമ്മൾ അവിടെ അഭിഷേകം ചെയ്യുന്നത്. ഇവനെ പശുവിനെ കുറ്റം പറഞ്ഞിട്ട് പശുവും പാൽ തന്നെ അവൻ്റെ അടുത്തുള്ള വേറൊരുത്തനോട് മേടിക്കുന്നു. അതെന്തിനാ സുഹൃത്തെ മേടിക്കുന്നത്? തെമ്മാടിത്തരം പറഞ്ഞിട്ട് അത് തന്നെ അവന് കാണിക്കുക. എന്നിട്ട് അവൻ നല്ലതാണെന്നും മറ്റുള്ള ക്ഷേത്രങ്ങൾ മോശമാണെന്നും മണ്ണാർശാലിൽ അമ്മ അങ്ങനെ ആണെന്നും അങ്ങനെയാണെങ്കിൽ കൗരവരൊക്കെ എങ്ങനെ പ്രസവിച്ചേ? 101 കുടത്തിൽ നിന്ന് വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ. ഇതൊക്കെ പുണ്യപുരാണ കാര്യങ്ങളാണ്. പക്ഷെ വ്യതിചലിക്കാറില്ല, അനുഷ്ഠാനങ്ങളെ വ്യതിചലിക്കാറില്ല. തന്ത്രം ആകെയുള്ള തന്ത്രം എന്ന് വെച്ചാൽ ബ്രാഹ്മണികമായിട്ടുള്ള വിഷയങ്ങൾ, വൈദികമായിട്ടുള്ള വിഷയങ്ങൾ, പരശുരാമ തന്ത്രങ്ങൾ, അത് കുലാർണവ തന്ത്രമേ, മലബാര അടിസ്ഥാനത്തിൽ ആദിവാസി സംബന്ധമായിട്ടുള്ള തന്ത്രമേ, അതെല്ലാം തന്ത്രങ്ങളാണ്. എന്നാൽ പിന്നെ കാട്ടുമൂപ്പം ചെയ്യുന്ന ഒരു സാധനം അവിടെയുള്ള പരിവാരങ്ങൾ എന്താ ചെയ്യാത്തത്? അത് വേറൊരാ കോതി കൊടുത്തിട്ട് അതിനോരോ കർമ്മങ്ങൾക്ക് വിധികളുണ്ട്. നിൻ്റെ ആരുടായിരിക്കുന്ന ജോലിച്ചനായിട്ട് നിനക്ക് അങ്ങനെ തരാനാണെങ്കിൽ അതും ആ പാരമ്പര്യമാണെന്ന് പറയുന്നത്. ജോസഫ് ഇട മറുകെ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയാണ്. അച്ഛന് വൈദ്യനായിരുന്നു, അച്ഛൻ്റെ അച്ഛൻ ജ്യോതിഷനായിരുന്നു, ക്രിസ്ത്യാനിയാ, പാരമ്പര്യമുള്ളവനാ. അത് പരമ്പരാഗത കിട്ടിയതാണ് എൻ്റെ DNA-യിൽ. മനസ്സിലായി? നിനക്ക് ഏത് പിന്നെ ഉണ്ടാക്കിന്ന് കിട്ടിയതാ ഇത്? നിനക്ക് പറയാൻ വല്ലതും ഉണ്ട്? നിൻ്റെ വലിയപ്പം ഭൂസാറിയായിരുന്നു, രാത്രി കിടന്നപ്പോൾ കള്ളക്കഥകൾ തന്നെ മെനഞ്ഞുണ്ടാക്കി പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുക. നീ ഗണക സമുദായം ഒന്ന് നീ തെളിയിക്കേ, കോടതി വന്ന് ബാ, നീ അല്ലേ വിളിച്ചു പറയുന്നേ, നീ ഒന്ന് തെളിയിച്ചു വന്ന്. തെമ്മാടിത്തരം തന്നെ പറയുന്നു. ഇവനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരെ വേണം താളിക്കിട്ടടിക്കണം. ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് കലക്കി തന്നിട്ടുണ്ട്. എൻ്റെ മുന്നിൽ സുഹൃത്തുക്കളെ, വീടാന്തരം കയറി ഇറങ്ങുന്ന ഓരോ നാറികളും നാറി സ്ത്രീകളും ഈ SNDP എന്നല്ലാത്ത അധികൃത വർഗത്തിൽ നിന്ന് വന്ന സ്ത്രീകളാണ്. ഈ കൊടകര കുസുമി അങ്ങനെയുള്ളവർക്ക് ഈ വിവരമില്ലാഴിക കാണിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങളെ തട്ടിക്കാൻ വരുമ്പോൾ നിങ്ങൾ 2 പ്രാവശ്യം ചിന്തിക്കുക. ഇതൊരു മണി ചെയിൻ സർവീസാണ്. നിങ്ങൾ 90,000 രൂപയുടെ ഒരു പൂജ നടത്തിയാൽ 10,000 രൂപ കമ്മീഷൻ, താഴേക്കിടയിൽ തൊട്ടിങ്ങോട്ട് മേളോട്ട് കമ്മീഷനാണ്. 75% ഇവനും 25% ബാക്കിയുള്ളവർക്കും. അവിടെ നിന്ന് മേൽശാന്തിമാർ പറയുമല്ലോ, അവരുടെയൊക്കെ റെക്കോർഡുകൾ എൻ്റെ ഇരിപ്പുണ്ടല്ലോ. എനിക്ക് മുട്ട ഇറക്കുമ്പോൾ 25 രൂപയായിരുന്നു തന്നുകൊണ്ടിരുന്നതെന്ന്. ഒരു വിളക്ക് കത്തിക്കുന്നതിന്, തിരി കത്തിക്കുന്നതിന്, അതിന് വരെ കമ്മീഷനായിരുന്നു ശാന്തിമാർക്ക്. ഇപ്പോൾ അവനെ കൊടുക്കുന്നുമില്ല. 500 രൂപയായിരുന്നു ഡെയിലി ഉള്ളത്. ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് 250 ഒക്കെ ഉരുവായാണ് കൊടുക്കുന്നത്. പറഞ്ഞ മനസ്സിലായി? ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവമാണ്. ഈയിടെ അവിടെ അടി നടന്നു. താഴത്തെ വിഷ്ണു ഇതും എല്ലാം കൂടി. അത് തന്നെയല്ല, ആ വിഷ്ണുവിൻ്റെ കാര്യം ചോദിച്ചിട്ട് ഇവരെന്താ ഒന്നും പറയാത്തത്? ശരത്ത് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവനെ 4.5 ലക്ഷം രൂപ തട്ടിച്ചു. അവൻ്റെ വീട് വരെ പൊക്കിയെടുത്ത് മാറ്റി. ഒരു കുടുംബമല്ല ഇവൻ തകർത്തിരിക്കുന്നത്, 100ഓളം കുടുംബങ്ങളാണ് ഇവൻ തകർത്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു, 100ഓളം കുടുംബങ്ങൾ തട്ടിപ്പ് കാണിച്ച്, തട്ടിപ്പ് പ്രസ്ഥാനം നടത്തി, വിധിക്കാമെന്നും പറഞ്ഞും വാസ്തു ശരിയല്ലെന്നും പറഞ്ഞും ചെല്ലുന്നവർക്കെല്ലാം അങ്ങ് ആവാഹനമാണെന്നും, ആവാഹനം ചെയ്തെങ്കിലേ അവരുടെ എല്ലാവരുടെയും പ്രസംഗത്തിൽ കണ്ടില്ലേ, അവരെല്ലാം ആവാഹനം ചെയ്ത അവരെ ആദ്യം നിങ്ങളൊന്ന് പഠിച്ചു നോക്കാം. ഏജൻറ്റുമാരെ അവർക്ക് എന്തോ കൊട്ടത്താപ്പം ഉണ്ടാക്കി. ഇപ്പോൾ അവിടെ അയൽവക്കത്തുള്ളവരെ ആരെയും വിളിക്കത്തില്ല. ഇവർ പെണ്ണുങ്ങൾ അടി കൊടുക്കും. അവർ ഇപ്പം ദൂരോട്ട് മാറിയാ കമ്മിറ്റി കൂടുന്നത്. എൻ്റെ കിളവുമാരെ, എൻ്റെ മൂതുക്കുകളെ, നിങ്ങൾക്കൊക്കെ ഭർത്താക്കന്മാരും മക്കളും ഒക്കെ ഉള്ളതല്ലേ. ഇവിടെ വന്നാൽ പോലും അവർ പോലും ഗുണം പിടിക്കത്തില്ല. അത്ര നിഷിദ്ധമായ ഭൂമിയാണ്. കൃത്യമായിട്ടാണ് പറയുന്നത്. അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ തൂങ്ങി മരിച്ചാണ് ഒരു സ്ത്രീ അവിടുത്തെ ഇതെന്ന് അവൻ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞൊന്നുമല്ലോ. പിന്നെന്തിനാ അവനെ അവഖ്യാതി പറയുന്നത്? ഞാൻ ഇതിൻ്റെ കൂടെ പരദൂഷണം, തെണ്ടിത്തരവും കള്ളത്തരം കൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ. പറയാൻ മനസ്സിലായോ? ഒരു കള്ളവും പറയേണ്ട കാര്യമില്ല. സത്യമായിട്ട് തന്നെ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. സൂര്യൻ എപ്പോഴെങ്കിലും എത്ര ഗ്രഹണം ബാധിച്ചാലും അത് പുറത്തു വരും. ഇനി അധികകാലം ഒന്നും കാണത്തില്ല. അതേ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്നു. ബ്ലൂടാക്കീതോണോ എന്തോ അങ്ങനെ കണ്ടൊരു മരുന്ന് അവൻ കുത്തിവെച്ചത് അന്ന് പറഞ്ഞത്. ഞാനിതൊന്നും ഓർക്കുന്നില്ല. വെളുക്കാൻ കുത്തിവെച്ചവനാ. എന്നിട്ട് അത് എൻ്റെ മണ്ടക്കൊട്ടാക്കി. അവൻ്റെ തന്തയുടെ പേര് എൻ്റെ തന്തയുടെ മണ്ടക്കൊട്ടാക്കി.